വാത്സല്യ സഭയിൽ കടന്നു വരുവാനും നിങ്ങളുമായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിലേക്ക് ഭാഗ്യ നിമിഷങ്ങൾക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ഈ പ്രാരംഭ രാത്രിയിൽ അറിയിക്കുന്നു. ഇങ്ങനെ പൊതുവായിട്ട് കിട്ടുന്ന എല്ലാ മീറ്റിങ്ങുകളിലും സ്വല്പം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ സാധാരണഗതിയിൽ ആഗ്രഹിക്കാറുള്ളത്. ഇന്ന് രാത്രിയിലും സ്വല്പം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. നമ്മൾ പെന്തക്കോസിൽ വന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയടിക്കുന്നത്, ഈ കൺവെൻഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഒരു പാസ്റ്ററെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെ പിമ്പിലുമുള്ള ആ ചേതോ വികാരം വല്ല വിധേയതയും സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യ പ്രവേശനത്തിന് നിങ്ങൾക്ക് സഹായമാകുന്ന കുറച്ച് ചിന്തകൾ ഞാൻ ഇന്ന് രാത്രി പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പ്രസംഗമായിട്ടോ നിങ്ങളുടെ ഒരു സഹോദരൻ്റെ പ്രബോധനമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ബൈബിൾ തുറക്കാം. എനിക്കൊരു മാക്സിമം സമയം തന്നു, അതിലൊത്തിരി സന്തോഷവും നന്ദി ഞാൻ പറയുന്നു. ഒത്തിരി പ്രതീക്ഷകൾ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് എനിക്ക് സമയം തന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം സമയങ്ങളൊക്കെ പെട്ടെന്ന് ഒരു കൊച്ചു ചിന്ത വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മളിന്ന് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി ബൈബിളിൽ നിന്ന് വായിക്കാൻ പോകുന്ന വാക്യം കൊരിന്ത്യൻ ലേഖനമാണ്. ഒന്ന് കൊരിന്ത്യൻ ലേഖനത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ ചാപ്റ്റർ 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ വാക്യം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 16 verse 13. സാധാരണ കൺവെൻഷനെ വായിക്കുന്ന വാക്യമൊന്നും അല്ല. കൺവെൻഷനെ വായിക്കുന്ന വാക്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളും മറ്റു പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യത്തിൽ നിന്നാണ്, ഈ ലേഖനത്തെ ആസ്പദമാക്കിയാണ്. എസ്പെഷ്യലി 1 കൊരിന്ത്യൻ ലേഖനത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നില്ല ഈ വാക്യത്തിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ നടക്കുമെന്ന്. സ്തോത്രം. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഈ വാക്യം എഴുതാനുണ്ടായ റീസണുകൾ കുറച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ആ കാര്യം എല്ലാവരും ഒത്തിരി സ്തോത്രം പറയാമോ? കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ഈ പ്രസംഗത്തിന് വേണ്ടി മുഖവര പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണ്. പൗലോസ് പ്രസംഗം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിരുന്നു 32-ാമത്തെ വയസ്സിലാണ്. 36 വർഷമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. 68-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. 32 വയസ്സിൽ പ്രസംഗം തുടങ്ങി, 36 വർഷം പ്രസംഗിച്ചു, 68-ാമത്തെ വയസ്സിൽ മരിച്ചു. 68-ാമത്തെ വയസ്സിൽ മരിക്കുമല്ല, റോമിലെ ഒരു റോഡുണ്ട്, ഓസ്ട്രിയൻ എന്നറിയപ്പെടുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ വെച്ച് ഈ മനുഷ്യനെ അന്നത്തെ കൈസർ വെട്ടി കൊല്ലുമായിരുന്നു. 36 വർഷത്തെ മിനിസ്ട്രിക്ക് ശേഷം 68-ാമത്തെ വയസ്സിൽ വെട്ടിക്കൊല്ലുമായിരുന്നു. 68-ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നതിന് മുമ്പ് താൻ കുറിച്ചു വെച്ച ലേഖനമാണ് 2 തിമോത്തിയോസ്. അവിടെ പറയുന്നുണ്ട്, എൻ്റെ നിര്യാണ കാലം അടുത്തു, നല്ല പോർ ഞാൻ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി ഒഴുക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ നിര്യാണ കാലം തനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക്, ഇനി ഒരു ശീതകാലം ഉണ്ടായാൽ ആ ശീതകാലത്തിൽ പുതയ്ക്കാനുള്ളൊരു പുതപ്പ് നീ വരുമ്പോൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് തിമോത്തിയോസിന് കൊടുക്കുന്ന ലേഖനമാണ് 2 തിമോത്തിയോസ്. പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെയാണ്, ആ പുതപ്പ് കൊണ്ട് തിമോത്തിയോസ് വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഈ മനുഷ്യനെ വെട്ടി എന്ത് ചെയ്തു? കൊന്നെന്നാണ്. പുതപ്പ് പുതയ്ക്കാൻ പറ്റിയില്ല. നിര്യാണകാലം മനസ്സിലാക്കി എഴുതിയ ലേഖനമാണ് 2 തിമോത്തിയോസ്. ഏതാണ്ട് 36 വർഷത്തെ പ്രസംഗം. ഞാൻ അന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാം ഒരു മുഖവരയ്ക്ക് വേണ്ടി. ഈ 36 വർഷത്തെ പൗലോസ് ലേഖയുടെ ശുശ്രൂഷയും ഈ ബൈബിളിനകത്തുണ്ട്. അദ്ദേഹം എന്ന വിശ്വാസത്തിൽ വന്നു ഇതിനകത്തുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം കണ്ണ് കാണാതിരുന്ന സ്ഥലം, വീട് ആരുടേതാണ് ഇതിനകത്തുണ്ട്. ആ വീടിന്റെ ഉടമ ആരാണ് ഈ ബൈബിളിനകത്തുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് ആരാണ് ഇതിനകത്തുണ്ട്. ആദ്യമായി ഒഫീഷ്യലായി തൻ ഉപവാസം വരുന്ന സ്ഥലം അന്ത്യോക്യ ഇതിനകത്തുണ്ട്. തൻ്റെ കൂടെ ആരൊക്കെ ഫാസ്റ്റിംഗ് ഇരുന്നു അതിനകത്തുണ്ട്. അന്ന് സംസാരിച്ച ദൂത് ഇതിനകത്തുണ്ട്. മാത്രമല്ല, കർത്താവിന്റെ വേലയ്ക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആരെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ഇതിനകത്തുണ്ട്. ആരെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ പൗലോസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സവിസ്തരമായി ഈ ബൈബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി എവിടെല്ലാം പോയി എന്നുള്ളത് കൊണ്ട് ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നുമില്ല. 36 വർഷത്തെ അസാധാരണമായ ശുശ്രൂഷ. കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസിലേക്ക് അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. അതൊരു ഭയങ്കര വേടാ. പത്രോസിലേക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ, യോഹന്നാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ. യോഹന്നാൻ ചെയ്ത കാര്യം സിമ്പിൾ അല്ല. 100 വയസ്സിലായി യോഹന്നാൻ മരിക്കുന്നേ. 100-ാമത്തെ വയസ്സിലായി യോഹന്നാൻ മരിക്കുന്നേ. 68-ാമത്തെ വയസ്സിൽ മരിക്കുന്ന പൗലോസ് പറയുന്നു, 100 വയസ്സുള്ള യോഹന്നാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തു. മനസ്സിലാക്കുന്നുണ്ടോ?
എന്ന് പറഞ്ഞ എന്റെ പൊന്ന് സഹോദരങ്ങളെ, ജീവിക്കുവാണെങ്കിൽ ആത്മശക്തിയിൽ ജീവിക്കണം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. 1000 കൊല്ലം സാധാരണക്കാരനായി പാർക്കുന്നതിനേക്കാൾ 10 നാളെ പാർത്തുള്ളെങ്കിലും ഉലകത്തെ ഇളക്കി മറിക്കുന്ന അഭിഷേകത്തിൽ പാർക്കണം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അസാധാരണമായ വാഗ്ദത്തം അദ്ദേഹം പറയുന്നത്. പൗലോസ് ശിഷ്യന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, എനിക്ക് ചിന്തയ്ക്ക് വേഗം ഓടി വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ 36 വർഷം നല്ല ശക്തമായി മിനിസ്ട്രി, ശിഷ്യന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്തൊരു മനുഷ്യൻ. തന്റെ ശുശ്രൂഷ കാലയളവിൽ താൻ നമുക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങൾ 14 എണ്ണമാണ്. അതിൽ 10 ലേഖനങ്ങൾ 8 സഭകൾക്കാണ്. 4 ലേഖനം പൗലോസിലേക്ക് കൊടുത്തത് 3 വ്യക്തികൾക്കാണ്. 10 ലേഖനം 8 സഭയ്ക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനമുണ്ട്. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ. തെസ്സലോനിക്ക സഭയ്ക്ക് 2 ലേഖനമുണ്ട്. 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ. 10 ലേഖനം 8 സഭയ്ക്ക്. ബാക്കിയുള്ള 4 ലേഖനങ്ങൾ 3 വ്യക്തികൾക്ക്. 1 ഫിലോമോന്, 2 തീത്തോസിന്, 3 തിമോത്തിയോസിന്. 2 ലേഖനങ്ങൾ. ഞാൻ വേഗത്തിൽ ഈ ചിന്തയിലേക്ക് ഓടിവരിക. സ്വത്രം. ഈ ലേഖനങ്ങളുമായി പഠിച്ചാൽ ഞാൻ ഒരു വാക്കൂടെ പൗലോസിൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ആ സന്തോഷം കൊണ്ടാണ് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വേഗം ഓടി വരാം. പ്രൈസ് ഗോഡ്. AD 56 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. ആ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ ആസ്യയിലുള്ള ദൈവ മക്കളോട് അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, അറിയാമോ? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്നല്ലാതെ എനിക്കവിടെ എന്ത് നേരിടണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അടുത്ത വാക്യം, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവം നൽകിയ ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. ഇത് എഴുതുന്നത് AD 56. ഒരു 5 കൊല്ലം കഴിഞ്ഞു. AD 61 ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറയാണ്, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ നിരൂപിക്കുന്നില്ല, പിന്നെ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. തീർന്നിട്ടില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനലാക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഓടുന്നു. അപ്പോ 56 പറയുന്നു ഞാൻ അവിടെ ഫിനിഷ് ചെയ്യണം. 61 പറയാം, എന്റെ തോട്ടിന് മാറ്റം വന്നിട്ടില്ല, എന്റെ ചിന്തയ്ക്ക് മാറ്റം വന്നിട്ടില്ല. കൊല്ലം 5 കഴിഞ്ഞു, കുറച്ച് ശുശ്രൂഷകൾ ഞാൻ ചെയ്തെങ്കിലും എന്റെ ചിന്താഗതിക്ക് മാറ്റമില്ല. ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. മാത്രമല്ല എനിക്ക് അവരെ എന്ത് ചെയ്യണം, നേടണം. തീർന്നിട്ടില്ല പാസ്റ്റേ. 68 വൈൻഡപ്പ് ചെയ്യുന്നത്. 68 താൻ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി. 56ാമത്തെ വർഷം പറഞ്ഞിട്ട് 68ാമത്തെ വയസ്സിൽ നിരാശപ്പെട്ടു പോകുകയല്ല. 56 താൻ എന്ത് ആഗ്രഹിച്ചോ അതിന്റെ പൂർത്തീകരണം കണ്ടിട്ട് 68 മരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ ചേർന്ന് കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് ഈ രാത്രി സ്തുതിച്ച് എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. 14 ലേഖനമാണ്. ഞാൻ വേഗം ഇതിലേക്ക് ഓടി വരാം. ഇത് ഞാൻ അന്ന് പറഞ്ഞ മുഖവരി, ഈ പ്രസംഗത്തിൽ ഒരു മുഖവരി ആവശ്യമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൊരിന്ത്യ ലേഖനമാണ്. ഞാൻ പറഞ്ഞത് 14 ലേഖനമാണ് പൗലോസിലേക്ക് എഴുതിയത്. 10 ലേഖനങ്ങൾ 8 സഭകൾക്ക്. ഞാൻ ഓർക്കുകയാണെ, ഓരോ ലേഖനങ്ങൾ പൗലോസിലേക്ക് എഴുതണമെങ്കിൽ അതിന്റെ പിന്നിൽ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ലേഖനങ്ങളുടെ അധ്യായം പഠിക്കുമ്പോൾ ആ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ആയി പോയതായി നമുക്കറിയാം. എക്സാമ്പിൾ, ഫിലിപ്പിയ സഭയിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു, പക്ഷെ സോൾവ് ചെയ്യാൻ 4 അധ്യായം മതിയായിരുന്നു. ഗലാത്യ സഭയിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു, പക്ഷെ സോൾവ് ചെയ്യാൻ 6 അധ്യായം മതിയായിരുന്നു. തെസ്സലോനിക്ക സഭയിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കൊലോസി സഭയിൽ പ്രോബ്ലം ആയിരുന്നു. എഫേസോ സഭ പ്രോബ്ലം ആയിരുന്നു. ഓരോരോ സഭയിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാ ലേഖനം എഴുതുന്നത്. ലേഖനം എഴുതുന്ന 4-5 അധ്യായം കൊണ്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവും. പക്ഷെ കൊരിന്ത്യ സഭയ്ക്കോ എവിടെ 16? ആദ്യം 16, പിന്നെ 13, അപ്പൊ എത്രയായി? 29 അധ്യായം. ഇനി പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതാ? പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകം പറ. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാസ്റ്റർ പറ. അങ്ങനെയാണോ? പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകമായിട്ട് നമ്മൾ പറയുന്ന 2 പുസ്തകമാണ്. ഒന്ന് മത്തായി, മറ്റൊന്ന് അപ്പോസ്തല പ്രവൃത്തി. മത്തായി എത്ര അധ്യായം? 28. അപ്പോസ്തല പ്രവൃത്തിയോ 28. അപ്പൊ കൊരിന്ത്യ ലേഖനമോ 29. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റിലെ ഏറ്റവും വലിയ പുസ്തകം അങ്ങനെ പറയേണ്ടവരും 2 ലേഖനം ഒരു സഭയ്ക്കാണ്. ഫസ്റ്റ് കൊരിന്ത്യർ ആൻഡ് സെക്കൻഡ് കൊരിന്ത്യർ ഒരു സഭയ്ക്കാണ്. കൊരിന്ത്യയിൽ ഒരു സഭയേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കി. അപ്പൊ എന്റെ ചിന്ത ഞാൻ പറയാമേ,
മറ്റുള്ള കൊച്ചു കൊച്ചു സഭകൾക്ക് 4-5 ലേഖനം എഴുതിയപ്പോൾ 4-5 അധ്യായം എഴുതിയപ്പോൾ പരിപാടി തീർന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടും 29 അധ്യായം വേണ്ടി വന്നു കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ. തീരെ ഹലോ ആമേൻ, നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞു മുമ്പോട്ട് വേഗം വരാം. ഇനി കൊരിന്ത്യ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വേഗം പോകാം. പൗലോസിന്റെ ലേഖനത്തിനകത്ത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാ ലേഖനത്തിനകത്തുള്ളത്. 1, ഒരു അഭിസംബോധന. 2, തന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കൽ. 3, എല്ലാത്തിന്റെയും ഒരു കൺക്ലൂഷൻ. ഞങ്ങളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ വന്നത് കൺക്ലൂഡ് ചെയ്യും. 1-2 വാക്കിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. ഈ 3 ഭാഗവും ബൈബിളിനകത്ത് പൗലോസിന്റെ ലേഖനത്തിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പാടുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് അറിയാവുന്ന ഓൺ ലാംഗ്വേജിൽ നമുക്ക് ബൈബിളുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുണ്ട്. നമുക്കറിയാവുന്ന ഭാഷയിൽ ബൈബിളുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പൗലോസിലേക്ക് എഴുതിയ ഈ 14 ലേഖനത്തിലും അതിന്റെ സമാപന അധ്യായം 4, 5, 8, 10 ഒക്കെ ആവട്ടെ, ആ അധ്യായത്തിന്റെ അവസാന അധ്യായത്തിന്റെ പകുതിക്ക് ശേഷമുള്ള ഭാഗം പഠിച്ചാൽ താൻ എന്താണോ അതുവരെ പറഞ്ഞത്, ആ പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ. ഞങ്ങളൊക്കെ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ആ ലോക്കൽ സഭയിലെ പാസ്റ്റർ വന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്യും. പറയത്തില്ലയോ? കേട്ടിട്ടില്ല? ഒരു കൺക്ലൂഷൻ ദൈവം അതാ. അപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യം ഒരു ദീർഘമായിട്ടുള്ള ലേഖനം, 16ഓളം അധ്യായം കൊടുത്ത ലേഖനത്തിന്റെ ആകെ കൂടിയ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ വായിച്ച 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നോക്കി, അവരോട് പറയുന്ന 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നിങ്ങൾ ഉണർന്ന് ഇരിപ്പീൻ. അതിനർത്ഥം എന്നാ? നിങ്ങൾ ഉണർന്നിരിപ്പീൻ. അർത്ഥം എന്നാ? പ്രത്യേകിച്ച് എന്നാ അർത്ഥം പറയാന്? അവന് നല്ല ഉറക്കത്തില്ല. അടുത്തത്, നിങ്ങൾ വിശ്വാസത്തിൽ. അപ്പൊ അതിനർത്ഥം എന്നാ? ഹലോ, ഇത് ആരോടായി പറയുന്നതെന്ന് പഠിക്കേ. സഭയോട്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ. അവര് നല്ല ഉറക്കത്തിലാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. അവരിപ്പോ അവിടെ ഇല്ല. പിന്നെ പുരുഷത്വം എന്ന് പറഞ്ഞാലോ, ബൈബിളിനകത്ത് 2 വ്യക്തിത്വമാണ് ഉള്ളത്. ഒന്ന് ശിശുത്വവും മറ്റൊന്ന് പുരുഷത്വവും. അപ്പൊ ഇവരിപ്പോ എങ്ങനെയാ? ശിശുത്വം. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവിടുന്ന് സ്കിപ്പ് ചെയ്യുക. ശിശുത്വം. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഒന്ന് പുരുഷത്വമായി നിൽക്ക്. പിന്നെ അടുത്തത് പിന്നെന്തുവാ? ശാക്തിപ്പെടുവിൻ. ഹലോ, പിന്നെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ സ്നേഹത്തിൽ. അപ്പൊ എന്റെ ചിന്തയിൽ ഞാൻ വേഗം പറയാം ജോർഡിച്ച, ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സ്നേഹത്തിലൊന്നുമല്ല. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നോട് പരിഭവം തോന്നരുത്. ഇങ്ങനെ കിട്ടുന്ന ഒരു ഒറ്റ അവസരവും ഞാൻ മിസ്സാക്കി കളയുന്ന ആളല്ല. സ്തോത്രം. ഞാൻ ഗൗരവമായിട്ടുള്ള കാര്യമേ പറയൂ. രക്തതാലിജയം. എനിക്കൊരു കൊച്ചുണ്ട്, പേര് ഏബൽ എന്ന. 3.5 വയസ്സേ ഉള്ളൂ. ഇപ്പൊ 4 വയസ്സ്. അവനെ എന്റെ വീടിന്റെ വസ്തുവിന്റെ ആധാരം, ലക്ഷങ്ങൾ വരുന്ന ആധാരം ഒരു പേപ്പറിലാക്കി അവന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് 3.5 വയസ്സുകാരൻ ഏബലിന്റെ കയ്യിൽ ഇപ്പൊ കൊണ്ട് കൊടുത്താൽ അവൻ പറയും പപ്പായ്ക്ക് എന്തോ ചെറിയ പ്രശ്നം. കാരണം അവന്റെ വാല്യൂ കുറെ പേപ്പർ പ്രശ്നം. എന്തുവാ വലിയ വില കൂടി കാണാം. എവിടുന്ന്? അവൻ ഇപ്പൊ സന്തോഷം എന്നാന്നറിയാമോ? പുറകോട്ട് വലിക്കുമ്പോ മുമ്പോട്ട് പോകുന്ന കാറുണ്ടല്ലോ, കീ കൊടുക്കുമ്പോ ചാടുന്ന കാറുണ്ട്. പുറകോട്ട് വലിക്കുമ്പോ അത് 2 എണ്ണം കൊടുത്താൽ അവൻ ഹാപ്പിയാ. എന്നാൽ അവൻ മനസ്സിലാക്കണ്ടേ, ഈ സാധനം 3 ദിവസം കൊണ്ട് തീരും. ഈ പ്രമാണമാണ് ലൈഫ് ലോങ് അവന് ഗുണമാവുന്നത്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഇതൊന്നും മനസ്സിലാക്കി സ്തോത്രം ചെയ്യണമെങ്കിൽ മെസ്സേജ് കേൾക്കുന്നത് മെച്യൂരിറ്റിയോടെ ആവണം. ഹല്ലേലൂയ. ആ പക്വത പ്രാപിച്ച ദൈവമക്കൾ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയണം. ഗൗരവമായ കുറച്ച് കാര്യങ്ങൾ എന്റെ ഉള്ളം തുറന്ന് എനിക്ക് സ്പെൻഡ് ചെയ്യണം. കൊരിന്ത്യ സഭ നല്ല ഉറക്കമാണ്. ആലയത്തിൽ ആളുണ്ടെങ്കിലും വിശ്വാസത്തിലല്ല, ശക്തിപ്പെടുന്നില്ല, പുരുഷത്വമില്ല, ചെയ്യുന്നുണ്ട് പക്ഷെ സ്നേഹമില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ സമ്മറിയാ. പക്ഷെ എനിക്ക് ഇതിനകത്ത് ആശ്ചര്യം വന്നത്, കൊരിന്ത്യ സഭയിൽ ഞാൻ ഇതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ലേഖനം ഈ സഭയ്ക്ക് ആവശ്യമാണോ എന്ന് പോലും തോന്നിപ്പോയി. നമുക്ക് കൊരിന്ത്യ സഭയുടെ 1-2 ഗുണങ്ങൾ നമുക്ക് നോക്കാം. 1-2 വാക്യം എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് പരിഭവം തോന്നരുത്. 1-ാം അധ്യായം എടുത്തേ പ്ലീസ്. 1-ാം അധ്യായം 5-6 വാക്യങ്ങളൊന്ന് വായിച്ചോ. സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ
അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പൂർണ്ണരായിരിക്കും. ഇങ്ങോട്ട് നോക്കി, എന്നെ ശ്രദ്ധിക്കണേ പ്ലീസ്. കൊരിന്ത്യ സഭയെ പറ്റിയുള്ള പരിശുദ്ധാത്മാവിന്റെ കണ്ടുപിടുത്തം. നിങ്ങൾ വചനത്തിലും പരിജ്ഞാനത്തിലും വിശേഷാൽ വചനത്തിലും നിങ്ങൾ പറഞ്ഞേ. അപ്പൊ എന്താ അതിനർത്ഥം? കൊരിന്ത്യ സഭയിൽ മെസ്സേജിന് കുറവൊന്നും ഇല്ല. കാരണം എന്നാ നിങ്ങൾക്കറിയാമോ? ഒരു സഭയുടെ ലോക്കൽ സഭാ ശുശ്രൂഷകൻ ഏത് കൃപാവരമാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ കൃപാവരത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ആയിരിക്കും ആ സഭയിൽ വ്യാപരിക്കുന്നത്. അനീഷ് പാസ്റ്റർ മെസ്സേജ് പറയുന്ന ആളാണെങ്കിൽ നിശ്ചയമായിട്ട് എന്റെ സഭയിൽ വന്നാൽ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അവൻ വചനം പറയുന്ന ആളായിരിക്കണം. ഞാൻ പ്രവാചകനാണെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ സഭയിൽ വന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അവൻ ആരായിരിക്കണം? പ്രവാചകനായിരിക്കണം. ഞാൻ രോഗശാന്തിയുടെ ആളാണെങ്കിൽ എന്റെ സഭയിൽ വന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അയാൾ രോഗശാന്തി കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. അർത്ഥാൽ ഞാൻ സ്നേഹമുള്ള ആളാണെങ്കിൽ ലോക്കൽ സഭയിൽ സ്നേഹം ഉണ്ടാവും. ഞാൻ ആത്മീയനാണെങ്കിൽ സഭയ്ക്കകത്ത് ആത്മീയം ഉണ്ടാവും. ഞാൻ ജഡികനാണെങ്കിൽ സഭയ്ക്കകത്ത് ജഡം പോകും. ചുരുക്കം പറഞ്ഞ് ലോക്കൽ സഭാ ശുശ്രൂഷകൻ ഏത് കൃപാവരമാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ കൃപാവരത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് ചിലർ പറയത്തില്ലോ അവിടെ പോയാൽ നല്ല മെസ്സേജ് പറഞ്ഞില്ലെങ്കിൽ കത്തത്തില്ല. കാരണം അവിടുത്തെ പാസ് നല്ല മെസ്സേജ് എന്ത് ചെയ്യും? ചിലർ പറയാറില്ലോ അവിടെ വന്ന പ്രവചിച്ചാലും രക്ഷപ്പെടുത്തുള്ളൂ, കാരണം അവിടുത്തെ പാസ് നല്ല പ്രവാചകന. എന്റെ ചിന്ത പറയാം, ലോക്കൽ സഭാ ശുശ്രൂഷകന്റെ കൃപാവരം സഭയ്ക്കകത്ത് വ്യാപരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെ പാസ് ആരായിരുന്നു? പൗലോസ്. ആരാരംഭിച്ച സഭയാ? പൗലോസ്. 1.5 കൊല്ലം കൊരിന്തിൽ താമസിച്ച് പൗലോസിനെ ഉണ്ടാക്കിയ സഭയാ. പൗലോസ് ആരാ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് യേശു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു പ്രസംഗകൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊരിന്ത്യ സഭയ്ക്കകത്ത് മെസ്സേജിന് ഒരു കുറവില്ല. ഇനി അഥവാ പാസ്റ്റർക്ക് ഒരു ക്ഷീണം വന്നാൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, 1/2 മണിക്കൂർ അവർ എന്ത് ചെയ്തോളൂ. ഹലോ, ദോമാചാരി കൊടുത്ത ദോമാചാരി കത്തിക്കും, തങ്കച്ചാരി കൊടുത്ത തങ്കച്ചായ കത്തിക്കും, കുഞ്ഞമ്മയും കൊടുത്ത കുഞ്ഞമ്മയും കത്തിക്കും. രക്തദാനം ചെയ്യും. കൊടുക്കാത്ത പ്രശ്നമുള്ളൂ. കൊടുത്തു പോയാൽ പിന്നെ കത്തിക്കാൻ നമ്മൾ തയ്യാറാ എന്ന് പറഞ്ഞാൽ മെസ്സേജിന് ഒരു കുറവും നമ്മുടെ. ഹലോ, ഇത് പറഞ്ഞത് അനീഷ് പാസ്റ്റർ അല്ലല്ലോ, പൗലോസ്ലീഹ അല്ലേ. പൗലോസ്ലീഹ അങ്ങനെ പറയത്തില്ലല്ലോ, കർത്താവ് കൊടുത്തിട്ടില്ലേ. അപ്പൊ പരിശുദ്ധാത്മ പറയാണ് കൊരിന്ത്യ സഭയുടെ എന്റെ പാസ്റ്റർ കൊരിന്ത്യ സഭയുടെ ഒരു പ്രത്യേകത, മെസ്സേജിന് ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ മെസ്സേജുകളുണ്ട്. ആർക്ക് സമയം കൊടുത്താലും പ്രസംഗിച്ചോളൂ. വചനത്തിൽ അവർ സമ്പന്നനാണ്. അവരുടെ സീനിയർ പാസ്റ്റർ പൗലോസ്ലീഹ ആയിരുന്നു. അദ്ദേഹം നല്ല മെസ്സേജ് പറയുന്ന ആളാണ്. അപ്പൊ കൊരിന്ത്യ സഭയ്ക്കകത്ത് മെസ്സേജിന് ഒരു കുറവുമില്ല. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അതിനടുത്ത ഭാഗം ഒന്ന് വായിച്ചോ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു. ഒരു മിനിറ്റ്. രണ്ടാമത്തെ പ്രത്യേകത, കൊരിന്ത്യ സഭയുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ഒരു കൃപാവരത്തിലും. ഞാൻ അതിശോക്തി പറയുമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് പറയുകയാണ്. 17ാമത്തെ വയസ്സില്ല ഞാൻ പാസ്റ്റർ ആവുന്നത്. 2003 ഞാൻ പൊതു മിനിസ്ട്രിക്ക് പോകുന്നത്. പൊതു മിനിസ്ട്രിക്ക് അതിനുശേഷം മറ്റു സഭകളിൽ പോകാൻ തുടങ്ങിയത് 2013 തൊട്ടാ. ഇപ്പൊ എത്രയായി? 16. ഒരു 13 വർഷമായിട്ട് ഞാൻ പൊതു മിനിസ്ട്രിയിൽ സജീവമാണ്. ഇന്ന് പകലുമായിട്ട് ഒരു സഭയാ, നാളെ പകലുമായിട്ട് വേറെ സഭ, അങ്ങനെ സഭ തപ്പി പോകുന്നു. എന്റെ ജോർജ് കുട്ടിച്ച ഈ 16 കൊല്ലം കൊണ്ട് ഒരു 10,000-2000 സഭയ്ക്കകത്തെങ്കിലും ഞാൻ കുറഞ്ഞത് പോയി കാണും. ഇന്ത്യയിൽ 20 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് 5-6 രാജ്യങ്ങളിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ കേരളത്തിൽ ഒത്തിരി ചർച്ചിൽ ഞാൻ പറഞ്ഞല്ലോ 13 കൊല്ലമായി സജീവമാണ്. ഒരു വർഷം ഒരു 150 സഭയിൽ പോയാൽ തന്നെ ഇത്രയും കൊല്ലം കൊണ്ട് എത്ര സഭയായി, എത്ര വിശ്വാസികളായി. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാമേ, ഈ പോക്കെല്ലാം പോയിട്ടും ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭ ഞാൻ ഇന്നു വരെ. വെളിപ്പാട് പറയുന്ന ആൾക്കാർ കാണും, പക്ഷെ പ്രവചനം കാണത്തില്ല. പ്രവാചകന്മാര് കാണും, പക്ഷെ മെസ്സേജ് കാണത്തില്ല. മെസ്സേജ് പറയുന്നവർ കാണുമായിരിക്കും, പക്ഷെ വ്യാഖ്യാനപരമുള്ളവരില്ല. വ്യാഖ്യാനപരമുള്ളവരുണ്ട് ഉണ്ടായിരിക്കും, പക്ഷെ ഭൂതങ്ങൾ കണ്ടാൽ ഓടിപ്പോകത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ചുരുക്കം പറഞ്ഞാൽ എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഭ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കാം. അച്ഛൻ കണ്ടിട്ടുണ്ടോ? എന്നെക്കാൾ പരിചയമുള്ളതാണ്, എക്സ്പീരിയൻസ് കൂടുതലുണ്ട്, കണ്ടിട്ടില്ല. പക്ഷെ കൊരിന്ത്യ സഭയെ പറ്റി പരിശുദ്ധാത്മ പറയുന്ന സകല സാധനം അവിടെ എന്ത്? അവൻ പ്രവചനം വേണോ? തോമാച്ചായി. വെളിപ്പാട് വേണോ? തങ്കച്ചായി. മെസ്സേജ് വേണോ? കുഞ്ഞോച്ചായി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിന് സാരാംശം, കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഭയാണ്. അപ്പൊ മെസ്സേജിന് കുറവില്ല, ഒരു കൃപാവരത്തിന് കുറവില്ല. അടുത്തത് അതിനേക്കാൾ രസമാണ്. ഇങ്ങനെ ഒരു കൃപാവരത്തിന് നിങ്ങൾ കുറവില്ലാത്തവരായി
എന്ന് പറഞ്ഞാൽ സമയം കിട്ടിയാൽ മൊത്തം അവര് പറയുന്നത് കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരും, വേറൊന്നും പറയാനും ഇല്ല. മെസ്സേജിനും കുറവില്ല. ശാക്തമായ ദൂത് വാ തുറന്നാൽ സ്വർഗത്തെ പറ്റി പറയത്തുള്ളൂ. മോളെ ഒരുങ്ങിക്കോണേ, മറനാഥ മറനാഥ മറനാഥ. എനിക്കറിയത്തില്ല എന്ന് ഞാൻ എവിടെ കൊണ്ട് ഒപ്പിക്കൂ. രക്തത്താൽ ജയം, സ്തോത്രം. എന്താണോ സ്വർഗം ഒരു സഭയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്പിരിച്വൽ ക്വാളിറ്റി, ആ സ്പിരിച്വൽ ക്വാളിറ്റീസ് സജീവമായ നിലയിൽ കുറഞ്ഞ സഭയിലുണ്ട്. മെസ്സേജ് ഉണ്ട്, പ്രവചനമുണ്ട്, കൃപാവനമുണ്ട്. പറഞ്ഞിട്ട് എന്നും കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, ആമേൻ കർത്താവ്. എന്നെ ചിന്ത പറയാം, പണ്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു സഭായം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സഭായത്തിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്വോത്രം പറയുമല്ലോ, സ്വോത്രം കൊടുത്തൊരു കുലുക്ക്. ആ കുലുക്കിനകത്തൊരു അർത്ഥം ഉണ്ടെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച കണ്ടതാ, പിന്നെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ പോലെ മാധ്യമമൊന്നും ഇല്ലല്ലോ, ടെക്സ്റ്റ് അയക്കാൻ. വ്യക്തം ഗ്രഹം കണ്ടല്ലോ, സ്വോത്രം സ്വോത്രം, ഒരു കുലുക്ക്. ഇന്ന് നമുക്കൊന്ന് പിടിക്കണം. തിരിച്ചു പോകുമ്പോഴോ ഒരു ഗ്ലോറി. കാരണം അടുത്ത പ്രാവശ്യം വന്നാൽ കാണാൻ പറ്റുമെന്നില്ല, ഉറപ്പൊന്നും. കർത്താവിന്റെ വരവനെ ഇതുപോലെ കാത്തിരുന്ന സഭ, ഇതുപോലെ മെസ്സേജ് പറഞ്ഞ സഭ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭ. എന്റെ ചോദ്യം, ഇത്രയ്ക്ക് ക്വാളിറ്റീസ് ഉള്ള ഈ സഭയ്ക്ക് ലേഖനത്തിന്റെ ആവശ്യമുണ്ടോ? അത് 29 അധ്യായം, ഒരു 3-4 ഒക്കെ പോരെ? ഇത്രയും കൃപാവരമില്ലാത്ത, ഇത്രയും കാര്യങ്ങളില്ലാത്ത ഫിലിപ്പിയിലെ സഭയ്ക്ക് 4 ലേഖനം 4 അധ്യായമേ ഉള്ളൂ. മെസ്സേജ് കൂടെ കൂടെ പറയുന്ന, വെളിപ്പാടുകൾ കൂടെ കൂടെ പറയുന്ന, പ്രവചനം നിർത്താതെ പറയുന്ന ഈ സഭയ്ക്ക് വേണ്ടി വന്നു എത്ര അധ്യായം? 29. അപ്പം പ്രശ്നം അവിടുത്തെ ചെറുതൊന്നും അല്ല. ഇനി നമുക്ക് അവിടുത്തെ പ്രോബ്ലം നോക്കാം. 11-ാമത്തെ വാക്യം വായിച്ച വേഗത്തിൽ, വാക്യം 11. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ കിട്ടുന്ന ഒരൊറ്റ അവസരം ഞാൻ പാഴാക്കാറില്ല. രണ്ടാമത്തെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാറുമില്ല. സ്തോത്രം. ഇപ്പൊ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കണം. കാരണം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞേ സ്വർഗമാണ്. ഇത് ഇന്നല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയുക. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന സഭ. പക്ഷെ പ്രശ്നം കൂട്ടിയിടിച്ച മിണ്ടത്തില്ല. കാരണം കുറെ നാളായിട്ട് എന്തുവാ സ്തോത്രം. അപ്പനോട് മിണ്ടത്തില്ല, അമ്മയോട് മിണ്ടത്തില്ല, സഹോദരങ്ങളോട് മിണ്ടത്തില്ല, അടുത്ത ഫാസ്റ്ററെ കണ്ടാ മിണ്ടത്തില്ല, കൂടെ ആരാധിക്കുന്നതിനെ കണ്ടാ മിണ്ടത്തില്ല. സത്യം പറഞ്ഞ ഒരു സഭയ്ക്കകത്ത് ഇപ്പൊ 300 പേരുണ്ടെങ്കിൽ 300 പേർക്ക് പരസ്പരം പരിചയം പോലും GPS ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഓരോരുത്തരുടെ വീട് അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് വരാമല്ലോ. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്തന്നെ. കാരണം കൂടെ ആരാധിക്കുന്നതിന്റെ വീട് പോലും നമുക്ക് ബൈഹാട്ട്. മെസ്സേജിന് ഒരു കുറവുമില്ല. കൃപാവരത്തിനോ ഒരു കുറവില്ല. പക്ഷേ കൂട്ടിയിടിച്ചാൽ ഒന്നെങ്കിൽ അത് സത്യം, അതല്ലെങ്കിൽ ഇത് സത്യം. ഏത് അംഗീകരിക്കണം? രണ്ടും കൂടെ ഒരുമിച്ച് പോക്ക് നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. ഒന്നെങ്കിൽ നീ ആത്മീയൻ, അല്ലെങ്കിൽ ജഡികൻ. രണ്ടും കൂടെ ഒത്തുപോകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചോദ്യം വരും. Praise the Lord. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് ഞാൻ പറയാം, നിങ്ങളെല്ലാം ഇന്ന് മിണ്ടാതിരുന്നാലും ഈ യോഗത്തിന് വേണ്ടി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഫാസ്റ്റിംഗില്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം ഫാസ്റ്റിംഗില്. സ്വോത്രം. എന്റെ വൈഫിന്, എന്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്നാൽ തന്നെ എന്റെ വൈഫ് ഉപവാസത്തില്ല ഈ യോഗത്തിന് വേണ്ടി. അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളെല്ലാം മിണ്ടാതിരുന്നാലും ദൈവസഭയെ തകർക്കുന്ന അന്ധകാര മണ്ഡലത്തെ ഇന്ന് രാത്രി വെട്ടിയിട്ട് ഇവിടുന്ന് ഞാൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ കൂടെ എത്ര പേർ അതിന് തയ്യാറുണ്ട്? ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്, പറ്റുമെങ്കിലെ കരങ്ങളെ തട്ടി ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുറമേ നോക്കിയാൽ എല്ലാ സാധനം ഉണ്ടെങ്കിലും ഇവർ പരസ്പരം മിണ്ടുന്നവരല്ല. ഇവർക്ക് ഭയങ്കര പിണക്കങ്ങൾ. അപ്പനോട് മിണ്ടാത്തവർ. ഇത് പറയുമ്പോൾ ഒരു സ്വയം ശോധനയ്ക്ക് തയ്യാറാവണേ. ഒരു സ്വയം ശോധനയ്ക്ക്. അപ്പനോട് മിണ്ടാത്തവർ, അമ്മയോട് മിണ്ടാത്തവർ, പാസ്റ്ററോട് മിണ്ടാത്തവർ, കൂടെ പിറന്നവരോട് മിണ്ടാത്തവർ. എനിക്ക് അതിനേക്കാൾ രസമായിട്ട് തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും മനസ്സിലായത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചർച്ച് കുറെ കഴിയുമ്പോൾ സ്പ്ലിറ്റ് ആയി പോകുന്നൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം.
നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, എനിക്ക് അത്ര അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി നന്നായിട്ട് അറിയാം. എനിക്ക് രസകരമായിട്ട് തോന്നിയത്, ഒരു ചർച്ചിലെ ആൾക്കാരോട് പിണങ്ങിയ അടുത്ത സമയം എന്ത് ചെയ്യുന്നേ ആരംഭിക്കുന്നത്. പക്ഷെ അവിടെയും കർത്തൃമേശ ഇവിടെയും കർത്തൃമേശ കൂട്ടിയിടിച്ചാൽ പറ്റത്തില്ല. പക്ഷെ എങ്ങോട്ട് പോകാൻ വേണ്ടിയാ? എങ്ങനെ പോകും? എന്നാ ചെന്നൊന്നും നിരപ്പുറവാ ചേച്ചാ, മുമ്പോട്ട് പോകാൻ പ്രയാസമുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിച്ചൊന്ന് വിടണം. സ്വോത്രം പ്രാർത്ഥിച്ചു വിട്ട് കൈ ഓർത്ത് നമുക്ക് അപ്പുറത്ത് ഇനി ഒരു പ്രയാസം സ്വോത്രം അല്ലെ തന്നെ നിരപ്പുറവച്ച പിന്നെ പ്രയാസത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറയാതെ എന്നാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് 10 പേരെ കൂട്ടി അപ്പുറത്ത് എന്ന് സഭ ആരംഭിച്ചു. ഇവ മിണ്ടത്തില്ല. പക്ഷെ ഇവിടെയും കർത്തൃമേശ അവിടെയും കർത്തൃമേശ, ഇവിടെയും ഉപവാസം അവിടെ ഉപവാസം, ഇവിടെയും കൺവെൻഷൻ അവിടെയും കൺവെൻഷൻ. ആര് കേൾക്കാനാ ഈ സാധനം? ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് തയ്യാറാകുന്ന എത്ര ആത്മീയർ ഇതിനകത്തുണ്ട്. കലർപ്പില്ലാത്തൊരു വിശ്വാസത്തിന് വേണ്ടി, കലർപ്പില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി എന്റെ ലൈഫ് കൊണ്ട് ഒറ്റൊരുത്തൻ ദൈവനാമത്തെ ദുഷിക്കത്തില്ലെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു വിശുദ്ധിയുള്ള ജീവിതം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് പകൽ മിണ്ടാതിരുന്നിട്ട് പോകരുത്. ഈ മെസ്സേജ് കേൾക്കാൻ നിന്നെ കൊണ്ടുവന്നത് കർത്താവ്. എവിടെല്ലാം വെച്ചുള്ള വിടുതലുകൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ സഭയുടെ മേലും പകരാൻ എന്റെ കർത്താവിന് ഇന്ന് രാത്രിയിൽ ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത നമ്മുടെ പ്രസന്റും നമ്മുടെ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറും ആർക്കറിയാം? പറഞ്ഞേ. ഞാൻ എവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഫ്യൂച്ചർ കർത്താവിന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന പല വാക്കുകളും കർത്താവ് മൈൻഡ് പോലും. പത്രോസ് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ എന്ത് ചെയ്യും? കർത്താവ് എന്താ പറഞ്ഞേ? ശ്വാസമിട്, നീ ശ്വാസമിട്. ഇന്ന് രാത്രി കോഴി കൂടയ്ക്ക് 3 തൊട്ട് എന്ത് ചെയ്യണം? നീ തള്ളി എന്ത് ചെയ്യണം? പറഞ്ഞില്ലയോ? അപ്പൊ ഇവൻ തള്ളി പറയുമെന്ന് കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് അവന്റെ വാക്കിന് വല്ല വില കൽപ്പിച്ചോ? ഹലോ, ജോർജ്, ഞാനിത് പ്രസംഗിക്കാൻ കാരണമുണ്ട്. കൊരിന്ത്യയിലേക്ക് പൗലോസിലേക്ക് എഴുതാൻ കാരണമുണ്ട്. അതിന്റെ 15-ാം അധ്യായത്തിൽ പൗലോസിലേക്ക് അവിടെ പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോകത്തില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പ്രസംഗത്തിന്റെ ആവശ്യം. നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്, നമ്മുടെ പ്രത്യാശ സ്വർഗമാണ്. അതിനപ്പുറമായ ഒരു ചിന്ത നമുക്ക് ഉലകത്തിലില്ല. നമ്മുടെ വിശുദ്ധിയെ തടയുന്ന, നമ്മുടെ ആത്മീയത്തെ തടയുന്ന അന്ധകാര മണ്ഡലത്തോട് ഇന്ന് രാത്രി ഗുഡ് ബൈ പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഫ്രീഡം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. കാര്യങ്ങൾ സജീവമായി കൊരിന്ത്യ സഭയിലുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് സഭയെ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന് മനസ്സിലായി ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ട്, പിണക്കങ്ങളുണ്ട്. ഒരാൾ പറയുന്നു ഞാൻ അപ്പലോസിന്റെ പക്ഷം, വേറൊരുത്തൻ പറഞ്ഞു ഞാൻ പൗലോസിന്റെ, വേറൊരുത്തൻ പറഞ്ഞു ഞങ്ങൾ കേഫാവിന്റെ. ഇവര് 3 പേരും ആരാ? അപ്പലോസ് ഇപ്പോഴത്തെ പാസ്റ്റർ, പൗലോസ് നേരത്തെ പാസ്റ്റർ, കേഫാവ് സെൻട്രൽ പാസ്റ്റർ. കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴത്തെ പാസ്റ്ററിന്റെ കൂടെ. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു അത് ശരിയാ, പക്ഷെ മറ്റേ പുള്ളിക്കാരനല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞങ്ങൾ മറ്റേ പാസ്റ്ററിന്റെ കൂടെ. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് ആത്മീയരുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പാസ്റ്റർ വേണ്ട, അപ്പോഴത്തെ പാസ്റ്റർ വേണ്ട, ഞങ്ങൾക്ക് സെൻട്രുമായിട്ടാ പിടി. ഞങ്ങൾക്ക് സെൻട്രൽ പാസ്റ്റർ. വേറെ കുറെ ആൾക്കാർ ഞങ്ങൾക്ക് സെൻട്രും വേണ്ട, പിന്നെ ആരുമായിട്ടാ പിടി? ക്രിസ്തുവുമായിട്ട്. സ്തോത്രം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വാക്യത്തെ ഒന്ന് വിവേചിച്ചിട്ട് പോകാവോ? ഞാൻ എൻ്റെ പ്രസംഗം പറഞ്ഞു, ആ വാക്യത്തിനകത്തുള്ള ദൂത് പറഞ്ഞു. ഇനി നമ്മുടെ സ്വന്തം ലൈഫ് ഒന്ന് നോക്കണം. സത്യം പറയാം, സഹോദരങ്ങളോടോ അപ്പനോടോ അമ്മയോടോ കൂടെ പറഞ്ഞവരോടോ കൂടെ ആരാധിക്കുന്നവരോടോ ഒരു പിണക്കം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലങ്ങളായി നീ സ്തോത്രം പറയുന്നതെങ്കിൽ ആ സ്തോത്രത്തിന് കർത്താവിട്ട മാർക്ക് എന്തായിരിക്കും? അതിൽ തുടരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒന്ന്,
ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭയിൽ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അച്ഛാ വായിക്കാമോ? 3-ാം അധ്യായം വായിച്ച് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡീയന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. പൗലോസ് പറയാ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെ അല്ല. പിന്നെയോ ആരോടാ ഇത് പറയുന്നേ? നല്ല പ്രവാചകന്മാരോടാ. നല്ല മെസ്സേജ് പറയുന്ന ആൾക്കാരെ നോക്കി പൗലോസ് പറയുക, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കാരണം ഞാൻ എതിലേ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ? സ്തോത്രം. ചിന്തിക്കേണ്ട വിഷയമാ. ഞാനത് എനിക്ക് ഒത്തിരി ചിന്തകൾ എൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. സ്തോത്രം. കൃപാവരത്തിന് കുറവില്ല, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നു. ഭയങ്കര മെസ്സേജ് വന്നു. പക്ഷെ പൗലോസ് പറയാണ്, ഞാൻ ഏതിലെല്ലാം നോക്കിയിട്ടും നിങ്ങളെ ഒരു ആത്മീയനായിട്ട് കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആത്മീയന്റെ ക്വാളിറ്റി അല്ല മെസ്സേജ് പറച്ചിൽ. ഹലോ, ഒരു ആത്മീയന്റെ ക്വാളിറ്റി അല്ല അന്യഭാഷ പറച്ചിൽ. ഒരു ആത്മീയന്റെ ക്വാളിറ്റി അല്ല കർത്താവിന് വരുന്നു, കർത്താവ് വരുന്നു പറയുന്നത്. ഇതൊന്നും അല്ലെന്നല്ല, അതുകൊണ്ട് അവനെ ആത്മീയനാണെന്ന് പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ എന്റെ ചോദ്യം, ആത്മീയന്റെ ലക്ഷണമോ? പ്രസംഗമല്ല, പ്രവചനമല്ല, രോഗശാന്തിയല്ല. അപ്പൊ പിന്നെ ആത്മീയന്റെ ലക്ഷണമോ? ആത്മീയന്റെ ലക്ഷണമായിട്ട് ഈ ബൈബിൾ പറഞ്ഞ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, അതെന്റെ ലൈഫാണ്, ജീവിതം. ഒത്തിരി പ്രസംഗമൊന്നും വേണ്ട, കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? നിന്റെ പേര് ആത്മീയൻ. ഒത്തിരി പ്രവചനമൊന്നും വേണ്ട, കർത്താവിന്റെ സാന്നിധ്യം വന്നാൽ കണ്ണടയ്ക്കുമ്പോൾ ഒന്ന് മനസ്സൊന്ന് സ്തോത്രം പറയാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? നിന്റെ പേര് ആത്മീയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ ആരാധിക്കുന്നതിന്റെ ബലഹീനത കാണുമ്പോൾ അവനെ ഒന്ന് കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ പേരാണ് ആത്മീയൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ വ്യക്തമായി ദർശിച്ചപ്പോൾ പൗലോസിലേക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ എനിക്ക് ആത്മീയനായിട്ട് കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇപ്പോഴും? ഞാൻ കഴിഞ്ഞിടയ്ക്ക് ടാബർനാക്കിൾ IPC പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു ഒറ്റ ചിന്ത ഒന്ന് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞ ദൈവസഭയ്ക്കകത്തുള്ളവരൊക്കെ വീണ്ടും ജനനം പ്രാപിച്ചവരാ. അതെന്താ വീണ്ടും ജനനം? ഒറ്റ എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പറയുക. ഒറ്റ എക്സാമ്പിൾ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 6 പേരായിരുന്നേ. എൻ്റെ ഫാദർ, എൻ്റെ മദർ, എനിക്ക് വൈഫുണ്ട് ലിജു, 2 കുഞ്ഞുങ്ങൾ അബിയ, അനിയബിൾ. മൊത്തത്തിൽ ഞങ്ങൾ 6 പേരാണ്. ഈ 6 പേർക്കും 6 സ്വഭാവമാണ്. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, 6 പേർക്കും 6 സ്വഭാവം. എൻ്റെ അപ്പൻ്റെ സ്വഭാവം, അച്ഛൻ്റെ പേര് രാജു എന്ന ഒരു പാവപ്പെട്ട ഫാമിലി. സ്വഭാവം ഇതാണ്, ആരോട് എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. അതെൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഒരൊറ്റ മനുഷ്യനോട് അത് ബന്ധം വന്നാലും സ്വന്തക്കാർ വന്നാലും കയറി വന്നോട്ടെ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ പിന്നെ പുള്ളിക്കാരനെ കണ്ടെങ്കിൽ മാഷിയിട്ട് എന്ത് ചെയ്യണം? മിണ്ടാത്ത ഒരു അപ്പൻ മരിച്ചുപോയി. ഇനി അമ്മച്ചിയോ എല്ലാവരോടും എന്ത് ചെയ്യും? മിണ്ടും. അപ്പന്റെ നേരെ ഓപ്പോസിറ്റ്. അവർക്ക് സമയമില്ലെങ്കിലേ ഉള്ളൂ, അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. അവര് പറയാം, അമ്മേ സമയമില്ലയോ, എന്നാ പൊക്കോ, ബാക്കി നമുക്ക് പിന്നെ എന്ത് ചെയ്യാം. ആ ടൈപ്പാ എൻ്റെ അമ്മ. അപ്പൊ ആരോട് മിണ്ടാത്ത ഒരു അപ്പൻ, എല്ലാവരോടും മിണ്ടുന്ന സ്വഭാവമുള്ള ഒരു അമ്മ. 2 സ്വഭാവമാ കേട്ടോ. ഈ 2 സ്വഭാവമുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കൊടുത്തൊരു മകനാണ് ഞാൻ, അനീഷ്. എന്റെ പ്രശ്നം കുറച്ചു പേരുടെ മിണ്ടും, കുറച്ചു പേരുടെ രീതിയില്ല. അതെന്റെ കുഴപ്പമാണോ? അതെന്റെ കുഴപ്പമാണോ? അല്ല. അച്ചാച്ചന്റെ പകുതിയും അമ്മച്ചിയുടെ പകുതി. അപ്പൊ എത്ര സ്വഭാവമായി വീട്ടിൽ? 3. അച്ഛനൊന്ന്, അമ്മച്ചിക്കൊന്ന്, പിന്നെ എനിക്കൊന്ന്. അപ്പൊ 3 ആയി. ഇനി വൈഫ് ലിജു വേറെ വീട്ടിലെ ആളാ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സ്വഭാവം. അപ്പൊ എത്രയായി? 4. ചെറുവല്ലൂർ ലിജു, തയ്യിൽ അനീഷ്. ചേർന്നപ്പോ ഒരു കൊച്ചിനെ കിട്ടി, അബിയ. അവിടെ പ്രശ്നം ഒരു പകുതി ചെറുവല്ലൂരും ഒരു പകുതി തയ്യിലും. ശരിയാണോ? അപ്പൊ എത്ര സ്വഭാവമായി? 5. ഒരാൾക്കൂടെ വന്ന് ഏബൽ. അപ്പോഴോ 6. അപ്പൊ എന്റെ ചോദ്യം, ഒരു വീട്ടിൽ തന്നെ 6 സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു സഭയ്ക്കകത്തോ? ഞാൻ അവിടെ പറഞ്ഞ വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ആള് കൂടാതിരിക്കുന്നതാ നല്ലത്. കുറെ കാശ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ, സമാധാനം പോക്കാം.
നിങ്ങൾ മിണ്ടിയില്ല. കുറച്ച് കാശ് കിട്ടും. അത് എന്തോ നോക്കാം. 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവം. ഇങ്ങോട്ട് നോക്ക്. 200 പേരുണ്ടെങ്കിൽ 200 സ്വഭാവം. ഓരോരുത്തർക്ക് ഞാൻ അവിടെ പറഞ്ഞതാ. ചില ആൾക്കാർക്ക് പാട്ടിനോടാ സന്തോഷം. എപ്പോഴും പാട്ട് പാടുവാണെങ്കിൽ ചില ആൾക്കാർ ഹാപ്പിയാ. പാട്ട് ചില ആൾക്കാർക്ക് പാട്ട് വേണ്ട, പ്രസംഗം മതി. എന്തിനാ പാസ്റ്റർ ഇതിന് മാത്രം പാട്ട്? ഒരു പാട്ട് പോരാ, നമുക്ക് മെസ്സേജ് അല്ലേ വേണ്ടത്? പറയുന്ന കേട്ടാ അവർക്ക് കുഴപ്പടാൻ വേണ്ടിയാണെന്ന്. കുഴപ്പടാൻ വേണ്ടിയൊന്നും അല്ല. പാട്ട് പാടുവാണെങ്കിൽ കൈ അടിക്കണം. പ്രസംഗിക്കുവാണെങ്കിൽ അത് വേണ്ടല്ലോ. ഇരുന്ന് കേട്ടാ മതി. കേട്ടാൽ ജയം. ഇരുന്ന് കേട്ടാ മതി. ചില ആൾക്കാർക്ക് പ്രസംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രസംഗം പോലെ പോയിന്റ് വേണം. പോയിന്റ്. എന്തിനാ പോയിന്റ്? ഞാൻ അതും പറഞ്ഞു അവിടെ. എന്തിനാ? കൊടപ്പെടാനൊന്നുമല്ല. പ്രാർത്ഥിക്കാൻ അവസാന സമയം തരുവാണെങ്കിൽ പാസ്റ്റർ പറയാത്തൊരു പോയിന്റോട് എന്ത് ചെയ്യണം? എനിക്ക് എന്തെങ്കിലും സാധനമുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സംഭവം എൻ്റെ ഉണ്ട്, ഞാൻ അനങ്ങാതിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് വേണം. ചില ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട, പ്രവചനം മതി. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. നടന്നില്ലെങ്കിലും വേണ്ടില്ല, 2 എണ്ണം കേൾക്കണം. പിന്നെ ഒറ്റ നിർബന്ധമേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറയുന്നതിനൊക്കെ കുറച്ചുകൂടെ മെച്ചമായതേ പറയാവൂ. അടുത്തിരിക്കുന്ന മോന് ആറൻ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം വരുമ്പോൾ കുറച്ചുകൂടെ കേറ്റി പറയും. നടക്കണമെന്നൊന്നുമില്ല, കേട്ടാ മതി. കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചിരുന്നാൽ മതി. രക്തത്താൽ ജയം. ചില ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. കയറി വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും കേൾക്കുവാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആശീർവാദം വന്നില്ല. രക്തത്താൽ ജയം. പിന്നെ ആർക്കൊക്കെയോ വേണ്ടി എന്ത് ചെയ്യുന്നു? വരും. ഒറ്റ വാക്ക് പറഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവം. പാടാൻ പറ്റുമോ? ഇല്ല. പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. പോയിന്റ് വെക്കാൻ പറ്റുമോ? പോയിന്റ് വെക്കാതിരിക്കാൻ പറ്റുമോ? ചുരുക്കം പറഞ്ഞത് കൊണ്ടുപോക്ക് പാടാ. ഇത് കൊണ്ടുപോക്ക് പാടാന്ന് പറഞ്ഞ് കൊണ്ടുപോകാതിരിക്കാനും. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്ത്, പലർക്ക് പല സ്വഭാവമായതുകൊണ്ടാവും. ഒരാൾക്ക് പാട്ടിന്റെ സ്വഭാവം, ഒരാൾക്ക് പ്രസംഗത്തിന്റെ സ്വഭാവം, ഒരാൾക്ക് പോയിന്റിന്റെ സ്വഭാവം, പലർക്ക് പല ഈ പല സ്വഭാവമുള്ള ആൾക്കാർക്ക് എല്ലാം കൂടെ ഒരു സ്വഭാവം കൊടുക്കുവാണെങ്കിൽ പണി. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും ഒരു സ്വഭാവം കൊടുക്കണമെങ്കിൽ എല്ലാവരും ഒറ്റ അപ്പൻ എന്ത് ചെയ്യണം? അങ്ങനെ എല്ലാവരെയും കൂടെ ഒറ്റ അപ്പന് ജനിപ്പിക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗത്തിന്റെ പേരാണ് വീണ്ടും. നീ വീണ്ടും ജനിച്ചോ? യെസ്. അപ്പൊ നിന്റെ പഴയ നേച്ചർ മാറി. കുശുമ്പ്, പിണക്കം, ക്രോധം, അസൂയ അത് മാറി. പിന്നെ നീ വീണ്ടും ജനിച്ചു. ആർക്ക്? ഇതൊന്നും ഇല്ലാത്തൊരാൾക്ക്. ആരാ? 33 കൊല്ലം ഭൂമിയിൽ പാർത്തിട്ട് ഒറ്റയാളോട് പിണങ്ങാത്ത ഒരാളുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഹല്ലേലൂയ. 33 കൊല്ലം ഭൂമിയിൽ താമസിച്ചിട്ട് ഒരാളുടെ അസൂയപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ എന്റെ കർത്താവേ ഉള്ളൂ. അവന് നീ ജനിച്ചതാണെങ്കിൽ നിശ്ചയമായും അവന്റെ നേച്ചർ നമ്മളകത്ത് വ്യാപരിക്കും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. അപ്പൊ പരിഭവം തോന്നല്ലേ? എന്റെ പാവപ്പെട്ട അപ്പൻ രാജുവിന് ഞാൻ ജനിച്ചപ്പോ രാജുവിന്റെ സ്വഭാവം എന്റെ അകത്ത് വന്നതുപോലെ ഞാൻ യേശുവിൽ ജനിക്കുമ്പോൾ എന്റെ അകത്ത് ആരുടെ സ്വഭാവം വരണം? ഉണ്ടെങ്കിലോ വീണ്ടും ജനനം. ഓക്കെ, ഇല്ലെങ്കിലോ? പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നേ. സ്വന്തം കുമാരനെ കാൽവരിയിൽ തകർത്ത് കളയുന്നത് വരെ മാനവജാതിയെ സ്നേഹിച്ചവനാണ് പിതാവെങ്കിൽ അവനിൽ നാം വീണ്ടും ജനിച്ച നിശ്ചയമായും ആ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും ഭാഗത്ത് വേണ്ടായോ? ക്രൂശിലെ മരണത്തോളം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് 1 അടി മേടിച്ച് മുൾമുടി ചൂടി 300 റാത്തൽ തൂക്കമുള്ള കുരിശു ചുമന്നുകൊണ്ട് ഗോൽഗോത്തായി പോയവൻ മരണം വരെ അനുസരിച്ചെങ്കിൽ ആ അനുസരണത്തിന്റെ ഒരു അംശമെങ്കിലും വേണ്ടേ? Praise the Lord. Praise the Lord. Hallelujah. നമുക്ക് മനുഷ്യനെ കളിപ്പിക്കാൻ പറ്റും. മനീഷ് പാസ്റ്റർ നിങ്ങളെ കളിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ കളിപ്പിക്കാൻ പറ്റും. കാരണം നമുക്ക് തമ്മിൽ പരസ്പരം അറിയത്തില്ല. പക്ഷെ എന്നെയും നിങ്ങളെയും ഒരുപോലെ അറിയുന്നവന്റെ കണ്ണുകൾ മേളിലുണ്ട്. പോയിട്ട് അവന്റെ മുമ്പിൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അവന്റെ മുമ്പിൽ എക്സ്ക്യൂസ് ഇല്ല. ചേർന്ന് കാര്യങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ഒരു പുതിയ സ്റ്റെപ്പിന് വേണ്ടി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ.
ഞാൻ അവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ, 2 വയസ്സ് പ്രായമുള്ള സ്നാനപ്പെടാത്തൊരു കുഞ്ഞിന് സഭയിൽ മെമ്പർഷിപ്പ് എന്ത് ചെയ്യത്തില്ല. കാരണം എന്നാ? ആ മോൻ ആ സഭയിലെ മെമ്പർ അല്ലാത്തതുകൊണ്ടല്ല, അവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. അപ്പൊ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പറയും വെൽക്കം ചെയ്യാം, നമ്മുടെ മോൻ സ്നാനപ്പെട്ടു. പാസ്റ്ററും സെക്രട്ടറി ചെന്ന് കെട്ടിപ്പിടിച്ച് ചെയ്യത്തില്ലയോ? ഇവിടെ ഉണ്ടോ? ഇല്ലേ ചാ? അപ്പൊ അതുവരെ അവൻ സണ്ടത്തിൽ പഠിച്ചു. അതുവരെ അവനൊരു ആവശ്യമുണ്ട്, നടക്കത്തില്ലയോ? നടക്കും. അതെന്താ? അപ്പനും അമ്മയും അവിടുത്തെ ആൾക്കാരായതുകൊണ്ട് അവനൊരു കാര്യം വന്നാൽ ചെയ്യും. പക്ഷെ ഒഫീഷ്യലി അവൻ മെമ്പർ ആയിട്ടില്ല. മെമ്പർ ആവണമെങ്കിൽ അവനകത്ത് 6 സ്വഭാവം വേണം. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാണ് ദൈവസഭയിലെ മെമ്പേഴ്സ്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാണ് സഭയിലെ മെമ്പേഴ്സ്. സ്തോത്രം. വീണ്ടും ജനം പ്രോപ്പറാണോ? കർത്താവിന്റെ സ്വഭാവം. വീണ്ടും ജനം പ്രോപ്പർ അല്ലയോ? നിന്റെ കർത്താവിന്റെ സ്വഭാവം ഒന്നെങ്കിൽ രോഗം മാറാൻ വേണ്ടി മുങ്ങി, അല്ലെങ്കിൽ കടം മാറാൻ വേണ്ടി മുങ്ങി, അല്ലെ മോളെ കെട്ടിക്കാൻ വേണ്ടി മുങ്ങി, അല്ലെ മോനെ കെട്ടിക്കാൻ വേണ്ടി മുങ്ങി, അല്ലെങ്കിൽ അച്ചായ മുങ്ങി കൂട്ടത്തിൽ മുങ്ങി, അല്ലെ അമ്മ മുങ്ങി കൂട്ടത്തിൽ. നിങ്ങളും മിണ്ടുന്നില്ല. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയെ പറ്റി പരിശുദ്ധാത്മ കണ്ടുപിടിച്ചപ്പോൾ പ്രസംഗവും കൃപാവരങ്ങളും ഒരുപോലെ ചലിക്കുന്നുണ്ടെങ്കിലും അവരെ ഒരു ആത്മീയനായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഫോട്ടോയുടെ കാലഘട്ടമാണ്. ഈ സ്റ്റിൽ ക്യാമറ പണ്ട് അത് എടുക്കുമ്പോൾ അവർ പറയും സ്മൈൽ പ്ലീസ്. അവർ പറയും. അപ്പം ചിരിച്ചാൽ ആ ഫോട്ടോ എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമ്മൾ ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ആ സ്റ്റിൽ ക്യാമറയുടെ കാലഘട്ടം കഴിഞ്ഞു. വീഡിയോയാ കറങ്ങി എടുത്തോണ്ടിരിക്കും. ചിരിച്ചോണ്ടിരിക്കുവാണെങ്കിൽ കുറെ മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിലെ ഒപ്പീര് കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഈ ക്യാമറക്കാരന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിലോ? വ്യക്തമായ ദൂതോടുകൂടി തന്നെയാ കർത്താവിനെ അമേരിക്ക കൊണ്ടുവന്നത്. ഞാൻ എന്റെ സാക്ഷി ഇന്ന് രാവിലെ എവിടെയോ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കൂടെ പഠിക്കുന്നതിന്റെ മുടി വെട്ടിയിട്ടാണ് എണ്ണയും സോപ്പും മേടിച്ചത് മുളക്കുഴയിൽ. ചർച്ച കൊണ്ട് ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്നതിന്റെ മുടി വെട്ടിയിട്ടാണ്. ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇട്ടുകൊണ്ട് പോയ ഷർട്ട് അമ്മാച്ചന്റെ വയസ്സ് 42 വയസ്സുള്ള അമ്മാച്ചന്റെ ഷർട്ട് ഇട്ടുകൊണ്ടാ മുളക്കുഴ പഠിക്കാൻ പോകുന്നത്. 1. 2, കുവൈറ്റിൽ ഒരു സഭയുണ്ട്, ഇമ്മാനുവൽ ചാരിറ്റബിൾ മിനിസ്ട്രി. അവർക്ക് ഞങ്ങളുടെ ഏലപ്പാറയ്ക്കടുത്തൊരു കോഴിമല ആദിവാസി കോളനിയാണ്. ആ കോഴിമലയിൽ അവിടെ ഒരു പ്രവർത്തനമുണ്ട്. ട്രൈബൽസിന്റെ ഇടയ്ക്ക് ഒരു പ്രവർത്തനമുണ്ട്. ആദിവാസികളുടെ ഇടയ്ക്ക് ആദിവാസികൾക്ക് വേണ്ടി കുവൈറ്റിലെ സാറുമാര് ഇട്ടിട്ട് ഊരിക്കൊടുത്ത യൂസ്ഡ് ക്ലോത്ത് ഉണ്ടല്ലോ, ഉപയോഗിച്ച വസ്ത്രം. അങ്ങനെ ഉപയോഗിച്ച വസ്ത്രവും അമ്മാച്ചന്റെ വസ്ത്രവും കൊണ്ട് മുളക്കുഴ 3 കൊല്ലം പഠിച്ചവനാ ഞാൻ. എന്റെ പ്രസംഗം ഇങ്ങനെയേ വരൂ. എല്ലാ വർഷവും ഇവിടെ ഒന്ന് പ്രസംഗിക്കണമെന്നൊരു ചിന്ത എന്റെ അകത്ത് വന്നിട്ടില്ല. പ്രസംഗിക്കാവുന്നൊരു ആഗ്രഹം വന്നിട്ടില്ല. 10 കൊല്ലമേ പ്രസംഗിച്ചുള്ളൂ, 5 കൊല്ലമേ പ്രസംഗിച്ചുള്ളൂ. നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കുക, അതാ എന്റെ പദ്ധതി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ചേർന്ന് അല്ലെങ്കിൽ ഉയർത്തി ഹല്ലേലൂയ പറ. പ്രസംഗത്തിന്റെ ആകത്തോ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഞാൻ പറയാം, വചനത്തിലേക്ക് നമുക്കൊരു മടങ്ങി വരവ്, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ഒരു മടങ്ങി വരവ്, നിത്യതയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഈ വെപ്രാളവും പരവേശവും എങ്കിൽ അവന്റെ കൃപയിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് അനിവാര്യമാണ്. അച്ഛാ, ആ താഴത്തെ 2 വാക്കുകളൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൽ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ കൊരിന്ത്യ സഭയെ പറ്റിയുള്ള പറച്ചിലാണ്. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വ്യത്യാസമൊന്നുമില്ല. എന്റെ ചോദ്യം ഇങ്ങോട്ട് നോക്കി. സ്നാനപ്പെട്ടവർ കൈപൊക്കാമോ? സ്നാനപ്പെട്ടവർ ഇതിനകത്തിരിക്കുന്ന സ്നാനപ്പെട്ട ആൾക്കാരും കൈപൊക്കിയായിട്ട് കർത്താവ് നിങ്ങൾ സ്നാനപ്പെട്ടതല്ലേ? അതിനൊക്കെ വലിയ കണക്കെടുക്കല്ലോ. സ്നാനപ്പെട്ടപ്പോ നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്തു?
പറഞ്ഞേ, കുഴിച്ചിട്ടു. പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പഴയ ഓക്കെ, അന്ന് ആ കുഴിച്ചിട്ട സ്വഭാവത്തിന്റെ ലിസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പൊ ഉണ്ടോന്നൊന്നും അറിയാൻ വേണ്ടി, ചുമ്മാ ഒന്നും ഉണ്ടോ നോക്കാൻ വേണ്ടി അന്ന് കുഴിച്ചിട്ട ആ സ്വഭാവത്തിന്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു പ്ലീസ്. ആരെങ്കിലും ഒരാളെ എണ്ണം. ഞാൻ തന്നെ എണ്ണം. പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു. ഞാൻ തന്നെ എണ്ണം. കുഴിച്ചിട്ട ആ സ്വഭാവത്തിന്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞാട്ടെ. കുഴിച്ചിട്ടെങ്കിലേ പറയാവൂ. എന്നെ തോപ്പിക്കാൻ വേണ്ടി പറയില്ല. എന്നെ തോപ്പിക്കാൻ വേണ്ടി പറയില്ല. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, പക, പിണക്കം. ഇതിനകത്ത് ഒന്നെങ്കിലും കുഴിച്ചിട്ട ഒരാളുണ്ടോ? എല്ലാരും കുറ്റപ്പെടുത്തുമല്ലേ? ഇതിനകത്ത് ഒന്നെങ്കിലും കുഴിച്ചിട്ട് ശേഷം മനുഷ്യരെ പോലാന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോ ആശ്ചര്യപ്പെട്ട കാര്യമുണ്ടോ? അയ്യോ, അത് പാസ്റ്റർ, ഞങ്ങൾ സഭയിലെ സെൻട്രൽ പാസ്റ്റർ. അതിന്റെ കാര്യം അല്ല, ഞാൻ സെക്രട്ടറി. വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഉറപ്പാ, നാളത്തെ യോഗത്തിൽ ആള് കുറയും. മിഡ് വെസ്റ്റ് റീജിയനിൽ ഭയങ്കര ശക്തമായ മെസ്സേജ് കേട്ടോണ്ട് വന്നതാ. 2 നല്ല മെസ്സേജ് കേൾക്കാൻ തോർത്തിട്ട് സ്തോത്രം സ്തോത്രം. പക്ഷെ പുള്ളി ഇപ്പൊ ആകെ വെട്ടി കൊലപാതകമോ. അതുകൊണ്ട് നാളെ ഞാനങ്ങും പോകുന്നില്ല. വേണ്ട, എനിക്കെന്തോ രക്തത്താല് ചെയ്യും. നാളെ ഇതിന്റെ ബാക്കിയായിരിക്കും രക്തത്താല് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പൈസ ആവശ്യമില്ലാത്തൊരു പൊട്ട പാസ്റ്റർ അല്ലെന്നേ. നിങ്ങളെ ഇളക്കാൻ അറിയാത്തൊരു സാധാരണ പാസ്റ്റർ അല്ല ഞാൻ. 10-14 വർഷമായിട്ട് സജീവമായിട്ട് പ്രസംഗകനാണ്. സ്തോത്രം സ്തോത്രം. അമേരിക്കയിൽ ആദ്യമായിട്ടെന്നുള്ളൂ കുറെ മെസ്സേജിലുള്ളത്. 1.5 മണിക്കൂർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന മർമ്മങ്ങളെ കലവറ ഞാൻ പറയും. എന്റെ പ്രസംഗം ഒരു 5-6 പ്രസംഗം കേട്ട വിദ്യാർത്ഥിപ്പോണ്ട്. സ്തോത്രം സ്തോത്രം. അത് പറയാൻ അറിയാൻ മേലാത്താണല്ലോ. വേണ്ടത് വെച്ചിട്ടാ രക്തം ചെയ്യും. കാരണം അത് ഭൗതികമാ. ഇവിടെ കൊണ്ട് നമ്മുടെ പ്രത്യാശ തീരുന്നില്ലല്ലോ. ഈ പണം കൊണ്ട് തീരുന്നില്ലല്ലോ. ഈ സൗഖ്യം കൊണ്ട് തീരുന്നില്ലല്ലോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വർഗമല്ലേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചേർന്ന് കർത്താവിനെ ശ്രമിച്ച് ഒരു വലിയ ദൈവശക്തി ഇന്ന് രാത്രി പ്രാപിപ്പാൻ ഞാൻ പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്ന എത്ര ദൈവ മക്കളുണ്ട്? അഭിഷേകം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവ മക്കളുണ്ട്? ആ കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിക്കാൻ. എവരിബഡി എല്ലാവരും ചേർന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് അതരങ്ങളെ തുറന്ന് ശക്തിയോടെ എല്ലാവരും ചേർന്ന് ശക്തിയോടെ അതരങ്ങളെ തുറന്ന് കർത്താവിനെ ശ്രമിച്ചാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കണ്ണുകളെ അടച്ച് അതരങ്ങളെ തുറന്ന് ആത്മനിറവിലൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും ചേർന്ന് ആത്മനിറവിലൊന്ന് സ്തോത്രം ചെയ്ത് കന്യസഭയെ പറ്റി പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ച രണ്ടാമത്തെ കുറവ്, സംഭവങ്ങളൊക്കെ അവർ മുറയായിട്ട് ചെയ്യുന്നെങ്കിലും അവരെ എതിരെ നോക്കിയിട്ടും ആത്മീയരായിട്ട് കാണാൻ. കാരണം അവർ വീണ്ടും തന്നെ പ്രാപിച്ചവരാണെങ്കിൽ ഒന്നും കുഴിച്ച് ഇട്ടിട്ടില്ല. ഈർഷ്യ കുഴിച്ചിട്ടിട്ടില്ല. പക കുഴിച്ചിട്ടിട്ടില്ല. ഡിവിഷൻ കുഴിച്ചിട്ടിട്ടില്ല. പിണക്കം കുഴിച്ചിട്ടിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. പോട്ടെ, ഞാൻ അവിടുത്തെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും തോന്നില്ല. എങ്കിലും 4-ാം അധ്യായം എടുക്കാൻ വാച്ചാ പ്ലീസ്. ആരെടുത്ത് 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിന്നെ വിശേഷിപ്പിക്കുന്നവർ ലഭിച്ചതല്ല നിനക്കെന്നുള്ളൂ. ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാക്യോട്ട് വായിച്ചേ ജോർബിച്ച. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. പിന്നെ ഞങ്ങളെ കൂടാതെ നിങ്ങൾ വാഴുന്നവരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. പ്രസംഗമോ പാട്ടോ പ്രാർത്ഥനയോ ഒന്നും കൂടാതെ വാഴുന്നവരായി. പിന്നെ അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും നിങ്ങളോട് കൂടെ ഞങ്ങളൊന്ന് വാഴേണ്ടതിന് നിങ്ങൾ വാണിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ലഭിച്ചതല്ലാതെ നിനക്ക് എന്ത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് എന്ത്? എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇവിടെ വരെ വന്നു എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഒരുപോലെ ഒരു ബെഞ്ചിൽ നിന്റെ കൂടെ ഇരുന്ന് പഠിച്ചവർ 5000-നും 6000-നും ജോലി ചെയ്യുമ്പോൾ അവരോട് തോന്നാത്ത കരുണ തോന്നിയത് കൊണ്ട് അല്ലയോ ഇവിടെ വന്നത്?
ഒരേ ഹോസ്റ്റലിൽ താമസിച്ച്, ഒരേ മുറി താമസിച്ച്, ഒരേ ബെഞ്ചിലിരുന്ന് നീയും അവളും ഒരുപോലെ പഠിച്ചു. സ്തോത്രം. നീയും അവനും ഒരുപോലെ പഠിച്ചു. ഒറ്റ കോഴ്സ്, ഒറ്റ ഇയർ, ഒറ്റ കോളേജ്. പക്ഷെ ഇന്നും ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ അവർ ഭാരപ്പെടുമ്പോൾ അതേ ബെഞ്ചിലിരുന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കൃപയല്ലാതെ എന്താ? കൃപയല്ലാതെ എന്തുവായത്? വിദ്യാഭ്യാസത്തിന്റെ കേറോപ്പിലാണെങ്കിൽ നിന്റെ കൂടെ എംടെക് പഠിച്ച ആൾ അവിടെ ഇല്ലയോ? നിന്നോട് ബിടെക് BSc പഠിച്ച ആൾ അവിടെ ഇല്ലയോ? വിദ്യാഭ്യാസം ആണെങ്കിൽ നിനക്ക് BSc അവക്ക് BSc അല്ലേ വരേണ്ടതല്ലയോ? പ്രൈസ് ദി ലോർഡ്. പരാജയത്തിന്റെ പടികുടിയിൽ നിന്ന് സ്റ്റെപ്പുകൾ ഓരോന്ന് വെച്ച് കൊടുത്ത് കൊരിന്ത്യ സഭയ്ക്കകത്ത് മെറ്റീരിയൽ ഭൗതികത്തിന്റെ നന്മകൾ കലവറയായി തുറന്നപ്പോൾ ദൈവത്തെ കൂടാതെ വാഴുന്നവരായി. പെന്തിക്കോസ്തുകാർക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഷോപ്പിങ്ങിന് സമയമുണ്ട്, ഫുഡ് കഴിക്കാൻ സമയമുണ്ട്. നമുക്ക് സമയമില്ലാത്ത ഒറ്റ കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിണക്കം തോന്നുന്നുണ്ടോ? പ്ലീസ് പിണക്കം തോന്നരുത്. ഞാനിത് പറഞ്ഞല്ലോ. സ്തോത്രം. ഒത്തിരി പ്രാവശ്യം ഒത്തിരി പേര് വന്ന് കൽപ്പിച്ചും അതും ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിലെ പൈസ ചൂണ്ടി കൊണ്ടുപോയതല്ലേ. ഇത് പറഞ്ഞാൽ എനിക്കറിയാം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. എന്ന് അറിഞ്ഞിട്ടും ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇത് സത്യമാ. ഇതിനൊരു മാറ്റമില്ലെന്നേ. ഹല്ലേലൂയ. നമ്മുടെ ആരാധന ദൈവപ്രസാദം വാങ്ങാൻ വേണ്ടിയാണ്. എന്റെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്റെ ഇടത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? പല യോഗവും പാഷൻ പരേഡല്ലേ. പല യോഗവും പെർഫോമൻസ് ആണ്. പല യോഗവും പെർഫോം ചെയ്യാണ്. പെർഫോമൻസ് നോട്ട് എ വർഷിപ്പ്. പെർഫോമൻസ്. ഹലോ, ആരാധനയ്ക്ക് അവിടെ കുറവുള്ളത് കൊണ്ടല്ല. 24 മണിക്കൂർ ദൂതന്മാർ നൃത്തം ചെയ്ത് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. പക്ഷേ അത് വിട്ടേച്ച് താഴെ നോക്കാൻ കാരണം എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ വർഷിപ്പ് ചെയ്യുന്നുണ്ടോ? അതാ ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. അയഞ്ഞുള്ള ആരാധന, അയഞ്ഞുള്ള പാട്ട്, നമ്മുടെ എനിക്കറിയത്തില്ല, നമ്മുടെ ആ മനോഭാവം. ഞാൻ വിഷമം തോന്നല്ലേ, ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ഈ ഫോർമാലിറ്റീസ് അറിയത്തില്ല. എൻ്റെ ഒരു ബലഹീനത. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ സ്വർഗം തരുന്നത് അത് അങ്ങനെ പറയും. പലരും ആരാധനയ്ക്ക് വരുന്ന കണ്ടാൽ നമുക്കങ്ങ് വിഷമം തോന്നും. ദൈവം ഇവനെ സേവിക്കണോ അത് ഇവൻ ദൈവത്തെ സേവിക്കണോ എന്നുള്ള ചിന്തയിലെ ഇപ്പൊ ഞാൻ. ദൈവം ഒന്ന് അവന്റെ മുമ്പിൽ മുട്ടപ്പെടക്കണം. ഒരു കർത്താവ് നീ വന്നല്ലോ, സന്തോഷം. ആ പിടിച്ചോ 2 ഗ്ലോറി നിനക്ക്. ആർക്ക്? ഹല്ലേലൂയ എന്ന് പറയാമോ? ഈ മെസ്സേജ് കാലഘട്ടത്തിന് ആവശ്യമുള്ള മെസ്സേജ് ആണെന്ന് അകത്ത് ബോധ്യമുള്ളവർ കരമൊഴി ഒത്തിരി സ്തോത്രം പറയാമോ? ശക്തിയോടെ പറഞ്ഞാൽ എനിക്ക് ഈ സയൻസ് പരമായിട്ട് വിശുദ്ധമായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷെ ശാസ്ത്രത്തെയും കാലഘട്ടത്തെയും വിശുദ്ധമായി വിവേചിക്കുന്ന മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഒരുപക്ഷെ അടുത്ത വർഷത്തെ പീസിനാക്കി കാണുന്ന ഒരു നിർബന്ധവും അടുത്ത വർഷം നമുക്കൊരു കൺവെൻഷൻ കൂടിയേക്കാം എന്ന് പറയാൻ അടുത്തൊരു വർഷം നമ്മൾ കാണുമോ എന്ന് ഒരു ഉറപ്പും പറയാനില്ല. മനസ്സിലാകുന്നുണ്ടോ? ശത്രുക്കൾ ഇങ്ങനെ കൂടി വരുന്നു, രാജ്യങ്ങൾ 2 ഗ്രൂപ്പായി മാറുന്നു, ദൈവത്തിന്റെ വരവിനെ ലോകം വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ. ഇനി എന്നും നമ്മൾ ഒരുങ്ങാൻ തയ്യാറാകും, നമ്മൾ എന്തൊന്ന് ശക്തമാകും. ഹല്ലേലൂയ. യെസ് ലോർഡ്. കൊരിന്ത്യ സഭയെ പറ്റി പൗലോസ് പറഞ്ഞു, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരെ നിന്നെ വിശേഷിപ്പിക്കുന്ന ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്ത് ഉള്ളൂ? അടുത്തത് ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതും എന്ന് പറഞ്ഞ ഇതൊന്നും കർത്താവ് തന്നതല്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തതാ? കേട്ടിട്ടില്ലയോ? എന്റെ പൊന്നു ആശ്രയം, ഞാൻ ഒരു റങ്ക് പെട്ടിയും കൊണ്ട് വന്നതാ അമേരിക്കയിൽ. കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് ഇത്രേ എന്ത് ചെയ്തു? നീ മിണ്ടല്ലേ കേട്ടോ. ഇനി മിണ്ടിയെ തന്നെ എന്നോട് എന്ത് ചെയ്യരുത്. അന്ന് ഡ്രങ്ക് പെട്ടിയും കൊണ്ട് വന്ന പലർക്കും ഇതുവരെ കഞ്ഞി കുടിക്കാൻ നിവൃത്തി ഉണ്ടായിട്ടില്ല.
എന്നിട്ട് രംഗുപട്ടിയും കൂടെ വന്ന മനുഷ്യൻ കണ്ണൊന്ന് അടച്ചപ്പോ വണ്ടി തട്ടി, അവന്റെ കാര്യം തീരുമാനമായി. ബോഡി പോലും നാട്ടിൽ എത്തിയില്ല. ഞാൻ അന്നത്തെ പോലെ ഇന്നും പറയുന്നു, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു 100 വട്ടം പറയണം, എന്റെ ബുദ്ധിയുടെ കഴിവല്ല, എന്റെ അധ്വാനത്തിന്റെ കൂടുതലല്ല, സകലവും എനിക്ക് ദാനമായി തന്നവൻ നീയാണെന്ന് മനസ്സോടെ പറയാൻ എത്ര പേർക്കാണ്? ഇതൊക്കെ കണ്ട ചലിക്കുന്നവര് കാണും, പക്ഷെ അനീഷ് പാസ്റ്റർ അങ്ങനെ ചലിക്കത്തില്ല. എനിക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ സ്വർഗമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരു വീട്ടിൽ പാർക്കേണ്ടവരാണ്. ഒറ്റ അപ്പന്റെ രക്തത്തിൽ നാം ഉളവായതാണ്. നാം ഒറ്റ അപ്പന്റെ രക്തമാണ്. യേശുവിൽ കൂടെ നാം വീണ്ടും തന്നെ പ്രാപിച്ചതാണ്. എന്റെ അപ്പൻ യേശുവാണ്, ജെയിംസ് പാസ്റ്ററിന്റെ അപ്പൻ യേശുവാണ്, ജോർജിന്റെ അപ്പൻ യേശുവാണ്, നമ്മുടെ പിതാവ് യേശുവാണ്. നമുക്കൊരു പിതൃരാജ്യമുണ്ട്. ഇന്ത്യയും അമേരിക്കയും നമ്മുടെ മാതൃരാജ്യമാണ്. നമ്മൾ അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട്, എന്നാൽ അപ്പന് നമ്മൾ ജനിച്ചത് കൊണ്ട് നമുക്കൊരു പിതൃദേശമുണ്ട്. അത് സ്വർഗത്തിലാണ്. നമ്മൾ അവിടെ ഇന്നലേക്ക് നടച്ചവരാണ്. സകല കോംപ്ലക്സുകളെ മാറ്റിവെച്ച് നിഷ്കളങ്കതയോടെ അവനെ സഹിക്കാൻ കഴിയുന്ന ആത്മീയമായ ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ എന്ത് ചെയ്യാവും? ഇറങ്ങാവും. സ്തോത്രം. അമേരിക്ക വന്നിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞു. ഒക്കലഹോമയിലുണ്ടായിരുന്നു, ഹ്യൂസ്റ്റണിലുണ്ടായിരുന്നു, ഡാളസിൽ. ഒരു 2 കൺവെൻഷന് വേണ്ടി 2 സ്റ്റേറ്റിൽ പോയി. ബാക്കി സമയത്തൊക്കെ ഞാൻ ഈ ടെക്സസിലുണ്ടായിരുന്നു, ഒക്കലഹോമ ഒഴികെ. സമ്പന്നന്മാരെ ഞാൻ കണ്ടു, സമ്പന്നന്മാരെ. 10 വർഷമായി വന്നിട്ട് ഇന്നും ഫുഡ് കഴിക്കാൻ നല്ല നേരം നോക്കുന്നവരെയും ഈ സമ്പന്ന രാജ്യത്തിൽ ഞാൻ കണ്ടു. 25 സെന്റോ എനിക്കറിയത്തില്ല, അങ്ങനെ തോന്നുന്നു. എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ 25 സെന്റ് വാൾമാർട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അതെടുത്ത് ഒരു ബർഗർ കഴിക്കാമെന്നോർത്ത് ഭാരപ്പെട്ടവരും ഈ സമ്പന്ന രാജ്യത്തിൽ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിനിടയിലാണ് സ്വർഗം നമ്മളെ ഇത്ര മാനിച്ചത്. അതിനിടയിലാ സ്വർഗത്തിന്റെ ഇത്ര കൊണ്ടുവന്നേ. ഇന്ന് രാത്രി കണ്ണുനീരോട് പറഞ്ഞു, കർത്താവേ, നേടിയതല്ല, എന്റെ അധ്വാനമല്ല, സകലവും നീ തന്ന ദാനമാണെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ടിയാണ്? അവിടെ പറയുന്ന വാക്ക് ഞാൻ വായിച്ചടുത്ത ഭാഗത്തേക്ക് വേഗം പോവാം. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവർ ആയി. പിന്നെ അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ എൻഡിങ് അറിയാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും അത് അധികം കാലം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. ലോകത്തിൽ നിന്ന് ആർക്കറിയാം? പൗലോസിലേക്ക് അറിയാം. നിങ്ങളോട് കൂടെ ഞങ്ങളൊന്ന് വാഴേണ്ടതിന് നിങ്ങൾ വാണിരുന്നെങ്കിൽ. കൊരിന്ത്യ സഭയിലെ പ്രശ്നമാണ്, ദൈവം കൊടുത്ത സമ്പത്തിൽ അവരങ്ങ് അഹങ്കരിച്ചു, ദൈവത്തെ മറന്നു. സൃഷ്ടിച്ചവനെ മറന്നിട്ട് സൃഷ്ടി എന്ത് ചെയ്തു? കൊടുത്തവനെ മറന്നിട്ട് കിട്ടിയതിനെ എന്ത് ചെയ്തു? അതിനങ്ങ് ആരാധിച്ചു, അതിനങ്ങ് സന്തോഷിച്ചു. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് 1-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തന്നെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. അതിനെപ്പറ്റി വിശദമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ഇതും ആ സഭയ്ക്കകത്ത്, ഏതു സഭ, ഒരു കൃപാവരത്തിനും ഒരു മെസ്സേജിനും കർത്താവിന്റെ വരവിനെ അതിനകത്ത് പൗലോസ് ആശ്ചര്യമായിട്ട് പറയുന്ന കാര്യം, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളതല്ല വിഷയം, ഉണ്ടെന്നുള്ളത് വിഷയമാണ്. പോരാഞ്ഞിട്ട് അങ്ങനെ ഉള്ളവനെ നിങ്ങൾ സഹിക്കുന്നല്ലോ, അതാ പുള്ളിക്ക് ആശ്ചര്യം. 2-ാം വാക്യം വായിച്ചാ. നിങ്ങളുടെ ഇടയിൽ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? തമാശാനല്ലയോ? കുഴപ്പമില്ല. തമാശ കാശ് കൊടുക്കുന്ന ആളാണ്. പാപം എപ്പോഴും പാവപ്പെട്ടവർക്കേ ഉള്ളോ? പാപം എന്ന് പറയുന്ന സാധനം പാവപ്പെട്ടവർക്കേ ഉള്ളോ? അത് എല്ലാവർക്കും ഉണ്ടോ? പക്ഷെ നമ്മുടെ സഭയ്ക്കകത്തോ കുഞ്ഞുട്ടിയുടെ മോൻ മൂവി കണ്ടാൽ അവനെ പുറത്താക്കും. തോമാജാന്റെ മോൻ കണ്ടാൽ പുറത്താക്കത്തില്ല. കാരണം അച്ചാന് മാറണ, അമ്മാമി ആറണ, പിള്ളേര് മാറണ. ഇതാകുമ്പോ ആകെ ഒരു ആറണേ ഉള്ളൂ. മനസ്സിലായല്ലോ? ആറൻ. Praise the Lord. Praise the Lord. ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പലതിനെയും വിലയ്ക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തൊരു ന്യായാസനമുണ്ട്.
വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രതിഫലം പ്രാപിപ്പാൻ നിൽക്കും. അത് മാത്രമല്ല, അത് ന്യായം വിധിക്കുന്ന ഒരു ന്യായാസനവുമുണ്ട്. അതിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇവിടുന്ന് എക്സ്ക്യൂസ് കൊടുത്ത് നമുക്ക് വേണേ ഒന്ന് സ്കിപ്പ് ചെയ്യാം, ഒന്ന് രക്ഷപ്പെട്ടു പോകാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ തുറന്നു പറയുന്ന ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. മുഖം നോക്കാതെ ന്യായം വിധിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് പത്രോസിനെ വിളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ ആ കൃപയിലൊന്ന് പറയാൻ എത്രവർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്. ആമേൻ. സമയം പോകുന്നു. എനിക്ക് വേഗത്തിൽ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായത്തിൽ ദോന്നടപ്പുകാരൻ ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു. 6-ാം അധ്യായം വായിക്കണ്ട. 6-ാം അധ്യായത്തിൽ വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യായം ചെയ്യുന്നവർ. വായിച്ച 6-ാമത്തെ വാക്യം, 6-ാം അധ്യായം 6-ാം വാക്യം. അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നു. ചർച്ചിനകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കാൻ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര ഈസിയാണ്. അതുകൊണ്ടാണ് പലരും പോകാത്തത്. പക്ഷെ നാട്ടിൽ കേസ് കൊടുക്കുന്നത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും 4-5 കേസുകൾ പ്രസ്ഥാനമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 5 കേസെങ്കിലും എല്ലാവരും ഒന്ന് ഉണർന്നു. അതിലെ പ്രസ്ഥാനത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇതുവരെ നിങ്ങളെ പറ്റിയാ പറഞ്ഞത്, അതുകൊണ്ട് ഉണർവില്ല. ഇപ്പൊ നാടിനെ പറ്റി പറഞ്ഞപ്പോ ഒരു സന്തോഷം. ഓവർസിയറെ നിശ്ചയിക്കുന്നത് ഇപ്പൊ പാസ്റ്റേഴ്സ് അല്ല, കോടതിയാണ്. കൗൺസിൽ മെമ്പേഴ്സിനെ നിശ്ചയിക്കുന്നത് ഇപ്പം പാസ്റ്റേഴ്സ് അല്ലല്ലോ, പ്രസ്ഥാനമല്ലല്ലോ, കോടതിയാണ്. കൗൺസിൽ നമുക്ക് അവിടെ എന്ത് റോള്? ഭരിക്കുന്നത് കോടതിയില്ലേ? ആമേൻ. സഹോദരനോട് വ്യവഹരിക്കുന്നു. കൺവെൻഷന് ഒരുമിച്ച് കർത്തൃമേശയും അച്ഛാ, എന്റെ പ്രസംഗത്തിന്റെ ആകെ തുക പൗലോസ് പറഞ്ഞു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സഭയ്ക്കകത്ത് കയറിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. കൈയടിച്ചു, നോ രക്ഷ. അന്യഭാഷ പറഞ്ഞു, അതിനാൽ നോ. അവന്റെ കൃപയിൽ നിന്ന് അവന്റെ സ്വഭാവത്തോട് ഏകീഭവിച്ച് അവനെ ധരിച്ച് അവന്റെ രൂപം പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ പോകത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതാഗ്രഹമുണ്ട്? സഭയ്ക്കകത്ത് അന്യായം ചെയ്യുന്നവരുണ്ട്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകും, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 7-ാം അധ്യായം വായിക്കുമ്പോ മൂടുപടത്തെ പറ്റിയൊക്കെ പറയുന്നത്. മൂടുപടവും ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ പറ്റി പറഞ്ഞു. ഞാനത് നമ്മുടെ സബ്ജക്റ്റില്ലാത്തതുകൊണ്ട് ഇപ്പൊ വിടുന്നു. ഇനി 1-2 വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി എഴുന്നേൽക്കാം. സ്തോത്രം. എടുത്തേ 10-ാം അധ്യായം. ഇത്രയും കാര്യങ്ങൾ ഒരു ആത്മീയമായ ആരോഗ്യപരമായ വിശുദ്ധ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ സവിസ്തരമായി പൗലോസ് പറഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് 10-ാം അധ്യായം. അവിടെ പറയുന്ന 1-2 വാക്യങ്ങൾ ശാന്തമായി നിർത്തി വായിച്ച് നിങ്ങൾ കേൾക്കും. വായിച്ചു വച്ച സഹോദരന്മാരെ, എല്ലാവരും മേഘത്തിൻ കീഴായിരുന്നു. എല്ലാവരും മേഘത്തിന്റെ കീഴിൽ, എല്ലാവരും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശ. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കൂടെ കടന്ന് എല്ലാവരും സ്നാനമേറ്റു. എല്ലാവരും ഒരേ ആത്മീയ, എല്ലാവർക്കും ഒരേ ആത്മീയാകാരം, എല്ലാവരും ഒരേ ആത്മീയ, എല്ലാവർക്കും ഒരേ ആത്മീയ പാനീയം. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. എല്ലാവർക്കും അവരെ അനുഗമിച്ച പാറയിൽ തന്നെയാ കൊടുത്തത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് നോക്കി, ഒറ്റ ഫുഡ്, ഒറ്റ പാനീയം, ഒറ്റ കിച്ചൺ, ഒരേ പ്രസംഗം, ഒരേ പാട്ട്, ഒരേ സഭ പോലെ കിട്ടി. എല്ലാവരും എന്ത് ചെയ്തു? സ്നാനവും കിട്ടും. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ. പക്ഷെ അടുത്ത വാക്യം വായിച്ചു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് നോക്കേ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇനി അടുത്ത വാക്യം ഇങ്ങനെയാണ്. അടുത്ത ഭാഗം വായിച്ചേ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ആര് തള്ളിയിട്ടു? ആര് തള്ളിയിട്ടു? സാത്താൻ. ആര് തള്ളിയിട്ടു? ആര് വിടുവിച്ചു? ദൈവം. ആര് തള്ളിയിട്ടു? ദൈവം. കനാൻ ദേശം എവിടെ? സ്വർഗമാണോ? അല്ലല്ലോ. ഈജിപ്റ്റോ മിസ്രൈം എവിടെ? നരകമാണോ? അല്ലല്ലോ. ഭൂമിയാണോ? അല്ലല്ലോ. മിസ്രൈം ഒരു രാജ്യം,
കനാൻ ദേശം മറ്റൊരു രാജ്യം. ഈ രാജ്യത്ത് നിന്ന് അങ്ങേ രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒത്തിരി ക്രൈറ്റീരിയ, സ്നാനം വേണമായിരുന്നു. അവർ സ്നാനപ്പെട്ടു. ഈ രാജ്യത്ത് നിന്ന് അങ്ങേ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവർ പിറുപിറുത്തതിനാലും ഇവർ പിന്മാറിപ്പോയതിനാലും ആര് വിടുവിച്ചോ അവൻ തന്നെ ആ രാജ്യത്തിൽ എത്തുന്നതിന് മുമ്പ് 11 ദിവസം കൊണ്ട് തീരുന്ന യാത്രക്കിടയിൽ പിറുപിറുത്തവരെ തള്ളിക്കളഞ്ഞെങ്കിൽ ഭൂമി ടു സ്വർഗം. ഇതിനിടയിൽ തള്ളിയിടാൻ എത്ര സമയം വേണ്ടി വരും? ഹലോ ഹലോ, കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞു. മനസ്സിലായെങ്കിൽ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചേ. ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, എല്ലാവർക്കും ഒരേ മെസ്സേജ്. എല്ലാവരും സ്നാനപ്പെട്ടു. ഒറ്റ മെസ്സേജ്, ഒറ്റ പാനീയം, ഒറ്റ പാറ. പക്ഷേ ഒരു കാര്യം അറിയണം, അവരിൽ മിക്ക പേരിലും ദൈവം, മിക്ക പേർ എന്ന് പറഞ്ഞാൽ എത്ര പേർ? 2 പേർ ഒഴികെ ബാക്കി എത്ര പേർ? എത്ര പേര് പ്രസാദിച്ചു? 2 പേർ. എത്ര പേർ ഇറങ്ങി? ഏകദേശം 30 ലക്ഷം പേർ. പ്രസാദിച്ചതോ 2 പേർ. ബാക്കിയുള്ള എല്ലാം തീർന്നു. ഒരിക്കൽ 3000, ഒരിക്കൽ 30,000, പാമ്പ് കടിച്ച് 5000. ഹലോ, യുദ്ധത്തിൽ പോയി 30,000, രണ്ടാമത്തെ പടയ്ക്ക് 30,000. മനസ്സിലാകുന്നുണ്ടോ? തീർക്കാൻ ശ്രമിച്ചപ്പോ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. അഗ്നിസർപ്പം 30,000. ഏതോ 30,000. എന്റെ ചിന്തയാണ്. മോബാബ് 30,000. ഓരോരുത്തരെ കൊണ്ടുവന്നു, തീർത്തു. അവിടെ എത്തിച്ചില്ല. ഹലോ, അവർക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ താഴെ പറയുന്നുണ്ടേ. ഞാനിത് പ്രസംഗിക്കാൻ സമയമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാം. അവർക്ക് സംഭവിച്ച കുറച്ച് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും. അപ്പൊ അവര് വീഴാനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് എന്തുണ്ടായിരുന്നു? ദുർമോഹം. ഞാൻ വ്യാഖ്യാനിക്കണോ? ദുർമോഹം ഞാൻ വ്യാഖ്യാനിക്കണോ? വേണ്ടല്ലോ. അടുത്ത വാക്യം. ജലം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അടുത്ത വാക്യം. എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. പറഞ്ഞാൽ സ്വന്തം ദൈവത്തെ വിട്ടിട്ട് അന്യ ദൈവത്തെ എന്ത് ചെയ്തു? പരസംഗം, സ്തോത്രം, ദുർമോഹം, വിഗ്രഹാരാധന. നിങ്ങൾക്കത് ഞാൻ അതിനെ കുറെ പെന്തക്കോസ് വന്ന കാലഘട്ടത്തോട് കേൾക്കുന്നല്ലയോ? അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അവരെല്ലാം വീണു പോയത് ഇതേ റീസണിലാണെങ്കിൽ, ഈ കാരണങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പറയുന്നത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അപ്പൊ നമുക്ക് സാധ്യത ഉണ്ടെന്ന താഴോട്ട് വായിച്ചേ, നമുക്ക് പെട്ടെന്ന് മാറും. അവരിൽ ചിലർ പരീക്ഷ സർപ്പങ്ങളാൽ നശിച്ചുപോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തോ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുത്തിക്കുറിച്ച് ബൈബിളിൽ വെക്കാനുള്ള കാരണം അവർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. അവര് പ്രയാണം ചെയ്ത പോലെ ഒരു പ്രയാണത്തിലാണ് നമ്മളും. നമുക്കറിയാം, ഇത് നമ്മുടെ സ്വന്തം സ്ഥലം വരെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം ഒരു രാജ്യം അന്വേഷിച്ച് പോകുന്നവരാ. പണ്ട് ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. ഏതാ? നമ്മളെ ചേർത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ രാജ്യം. ആ രാജ്യത്തേക്ക് പോകുന്ന സിയോൻ വാസികളാണ്, പ്രയാണികളാണ് നമ്മൾ. ഇതിനു മുമ്പ് പോയവർ ഈ കാരണത്താൽ വീണുപോയെങ്കിൽ ഇപ്പോൾ തുടരുന്ന നമ്മളും ഇതേ കാരണത്തിൽ ഫോളോ ചെയ്താൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരോഗ്യപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കലർപ്പില്ലാത്തൊരു വിശ്വാസ ജീവിതം ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ട്? ഹല്ലേലൂയ. ആരും കുറ്റപ്പെടുത്താത്ത, എന്റെ നാമത്തിൽ ദൈവനാമത്തെ ദുഷിക്കാത്ത ഒരു വിശുദ്ധിയുള്ള ലൈഫ് എനിക്ക് വേണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയുണ്ട് 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒത്തിരി കാര്യം പറയുന്നു. അതുപോട്ടെ 13-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനത്തിലെ ഏറ്റവും തികച്ച് വ്യത്യസ്തമായ ഒരു അധ്യായം 13 അവിടെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. കേട്ട് തഴമ്പിച്ചൊരു വാക്യവും അധ്യായമല്ലയോ? മുഴങ്ങുന്ന ചെമ്പോ
താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ കുറെ നിർവചനങ്ങൾ. 2-3 വാക്യൂടെ എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കത്തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. പിന്നെ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. നിങ്ങൾ വീട്ടിൽ പോയി ആദ്യം വായിച്ചാൽ മതി. എന്റെ പ്രസംഗം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു വെച്ചാൽ പ്രസംഗം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ 1.25 മണിക്കൂർ, ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ആ വാക്യം എഴുതിയതിന്റെ പിമ്പിൽ എന്തെല്ലാമോ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സ്വയം ശോധനയ്ക്ക് തയ്യാറാകാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു പ്രസംഗമായിട്ടോ കൂടെ ആരാധിക്കുന്നവന്റെ പ്രബോധനമായിട്ടോ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത്രയേ ഉള്ളൂ. കലാസ് എന്റെ ചോദ്യം, ഒരു സ്വയം ശോധന. ക്രിസ്തുവിന്റെ നേച്ചർ, അവന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം, അവന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗം, അവന്റെ അനുസരണത്തിന്റെ ഒരു ഭാഗം എന്റെ അകത്തുണ്ടെന്ന അഭിമാനത്തോടെ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി പറ്റും? നമുക്കൊന്ന് തിരിഞ്ഞു വന്നാലോ? ഹലോ നമുക്കൊന്ന് തിരിഞ്ഞു വന്നാലോ? അവൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലും അവൻ ആഗ്രഹിക്കുന്ന സ്വഭാവത്തിലും ഒന്ന് വന്നാലോ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സ്നേഹമുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നു, പക്ഷെ സ്നേഹമില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ എടുത്തു പറയുന്ന ഒത്തിരി കാര്യങ്ങൾ. പൗലോസ്ലീഹ ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ അവരോട് എടുത്തു പറഞ്ഞ് നിർത്തുന്ന ഒരൊറ്റ പദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരല്ല. അങ്ങനെ വെച്ചാൽ നാം അരിഷ്ടരാണ്. ഈ ആയുസ്സല്ല, ഇതിനപ്പുറമായി ഒരു രാജ്യം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ ആ രാജ്യമാണ്. അവിടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ കൊതിക്കുന്നത്. അതിനുവേണ്ടി തയ്യാറുള്ള എത്ര ദൈവമക്കളുണ്ട്? 80 കൊല്ലം കൊണ്ട് നമ്മുടെ കാര്യം തീരുമാനിച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മുടെ പ്രത്യാശ ഇതല്ലല്ലോ. ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ടല്ലോ. അതിനല്ലയോ നാം രക്ഷിക്കപ്പെട്ടത്, അതിനല്ലയോ നാം സ്നാനപ്പെട്ടത്, അതിനല്ലയോ നാം അഭിഷേകം പ്രാപിച്ചത്, അതിനല്ലയോ നാം കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നത്. ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. എവരിബഡി സ്റ്റാൻഡ് അപ്പ് ദേർ. എല്ലാവരും ഇന്ന് രാത്രി ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുമടച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവരിബഡി ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുമടച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ കരുത്തിൽ നമ്മെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കണം. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം നൽകിയ ഒരു നിയോഗമായതുകൊണ്ട് ഇന്ന് രാത്രി അതിനുവേണ്ടി ഞാൻ ഇവിടെ സമയമെടുക്കാൻ പോകാം. ദയവ് ചെയ്ത് ഇനി ഒരാൾ പോലും കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കരുത്. ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. പൗലോസ്ലീഹ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, നിങ്ങൾ പുരുഷത്വം കാണിപ്പീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഹല്ലേലൂയ. ഒരു സ്വയം ശോധനയ്ക്ക് നാം തയ്യാറായാൽ നമ്മുടെ അകത്ത് അതൊക്കെ ഉണ്ടോ? ഇന്ന് രാത്രി നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ കണ്ണുമടച്ചിട്ട്, കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അതിരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങളൊക്കെ കണ്ണുകളെ അടച്ചിട്ട് അതിരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് പണിയണമേ. ഇന്ന് രാത്രി എന്നെ ഒന്ന് പണിയണമേ കർത്താവേ. എന്റെ മേൽ അവിടുത്തെ കൃപയൊന്ന് ഇറങ്ങി വരണമേ കർത്താവേ. എന്റെ മേൽ അവിടുത്തെ ശക്തി ഒന്ന് ഇറങ്ങി വരണമേ കർത്താവേ. ഈ രാത്രി അങ്ങനെ ആത്മാവിനാൽ എന്നെ തൊടണമേ കർത്താവേ. അങ്ങനെ ആത്മാവിന്റെ നിറവ് എന്റെ അകത്ത് പകരണമേ കർത്താവേ. ഇന്ന് രാത്രി അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ സ്നേഹം എന്റെ അകത്ത് പകരണമേ. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുമടച്ചാട്ടെ. നാളുകളായി പിണങ്ങാത്തവർ, മിണ്ടാതെ കിടക്കുന്നവർ, സ്തോത്രം. അപ്പനോട് മിണ്ടാത്തവർ, കുടുംബത്തോട് മിണ്ടാത്തവർ, യേസ് അധികാരമുള്ളവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ വിഷയത്തിന് മേൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. എല്ലാ ഈർഷ്യയും ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ കണ്ണുമടച്ചൊന്ന് പ്രാർത്ഥിച്ചട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ കാണാം ചില വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുന്നുണ്ട്. വലിയ അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുക. 2 കരങ്ങളും ജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവം. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായ ആ സെക്കൻഡ് മുതൽ ഈ പ്രായം വരെ നമ്മളെ കാണുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നാം ഒന്ന് സമർപ്പിക്കും. ജീവിതത്തിൽ വന്നുപോയ മാറ്റങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഇന്ന് രാത്രി എന്നെ ഒന്ന് പരിഹരിച്ചു.
ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, കസേരയിലായതുകൊണ്ട്. ആർക്കെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോരാമെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരൊരു പാട്ട് പാടും, ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാം കണ്ണുമട ചടേവരെ ക്ലാസ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്. എനിക്കൊരു ചേഞ്ച് വേണമെന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ റബാന വാശംതൻ കമാന. ഒരു നിമിഷം കൂടെ കാര്യങ്ങൾ ഒന്ന് ഉയർത്തിക്കേ. റബാന ബൗഡ റഗത്കരാബനാസിയാന വീവൽ കമാന ഹസീറഗത്കരാദിയന്തർ ജനാദി വൈഡമാനിയ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ ഉയർത്തിപ്പിടിച്ച സകല കാര്യങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല കാര്യങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല കാര്യങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിപ്ലവകരമായ ഒരു മാറ്റം ഞങ്ങളുടെ മേൽ പകരണം. സ്ഫോടനാത്മകമായ ഒരു മാറ്റം ഞങ്ങളുടെ മേൽ പകരണം. കലർപ്പില്ലാത്ത ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് രാത്രി സ്വർഗ്ഗം ഞങ്ങളുടെ മേൽ പ്രദാനം ചെയ്യണം. നിങ്ങളുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാ